പ്രാർത്ഥനയ്ക്ക് വേണ്ടി വെച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മയെ നമുക്ക് നോക്കണം. ആ അമ്മയുടെ സാന്നിധ്യം ഈ ഭവനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നിമിഷം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ അമ്മയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നവരൊന്നും നിരാശപ്പെട്ടു. കാരണം ഈശോ അവസാനമായിട്ട് നമുക്ക് നൽകിയിട്ട് പോയതാ പരിശുദ്ധ അമ്മ. നമുക്ക് ഓരോരുത്തർക്കുമായിട്ട് മാതൃകയായിട്ട് മധ്യസ്ഥയായിട്ട് നമുക്ക് നൽകിയിട്ട് പോയത്. ആ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, പരിശുദ്ധ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഞാനിപ്പോ ഇവിടെ ഇരുന്നപ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് കടന്നു വന്നത്, നമുക്ക് എല്ലാവർക്കും അലേർട്ട് മെസ്സേജുകൾ കിട്ടുന്നുണ്ട് അല്ലെ? ഇപ്പൊ ഈ ദിവസങ്ങളിൽ നമുക്ക് ഒത്തിരി അലേർട്ട് മെസ്സേജുകൾ. അതിനകത്ത് എന്താ പറയുന്നത്? അലേർട്ട് മെസ്സേജ് പറഞ്ഞ് നിങ്ങൾ എത്രയും പെട്ടെന്ന് മുറിക്കുള്ളിലായിരിക്കുക, എല്ലായിടത്തും നിന്നും മാറി സേഫ് ആയിട്ട് മുറിക്കുള്ളിലായിരിക്കണം. പെട്ടെന്ന് ഇതൊരു മനസ്സിലേക്ക് കടന്നു വന്നിട്ട് അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിന്റെ വചനമാണ് പെട്ടെന്ന് എന്റെ ഉള്ളിലേക്ക് കടന്നത്. പെട്ടെന്ന് ഞാൻ ബൈബിൾ എടുത്തത് എവിടെയാണെന്ന് നോക്കുവാൻ 1-ാം അധ്യായം 6-ാം വാക്യത്തിലാണ് വചനം പറയുന്നത്, നിങ്ങൾ ഇനി അറിയിപ്പുണ്ടാകുന്നത് വരെ നിങ്ങൾ ജെറുസലേമിൽ തന്നെ സുരക്ഷിതരായി വസിക്കുവാനായിട്ട്. ഹല്ലേലൂയ. ഇതേ അറിയിപ്പുകൾ ഇപ്പൊ ഗവൺമെന്റും അതോറിറ്റികൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുക. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ നിങ്ങൾ മുറിക്കുള്ളിൽ സുരക്ഷിതരായി. അപ്പോ നമ്മൾ ഈ ഒരു അറിയിപ്പ്, കർത്താവ് തന്ന ഈ അറിയിപ്പ് സ്വീകരിച്ചുകൊണ്ടാണ് നമ്മളിപ്പോ മുറിക്കുള്ളിൽ സുരക്ഷിതമായി. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ നമ്മൾ ഈ മുറിയിൽ സുരക്ഷിത. ആ അറിയിപ്പ് എന്ന് പറയുന്നത് കർത്താവിന്റെ ആഗമനത്തിന്റെ അറിയിപ്പ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അറിയിപ്പ് ഉണ്ടാകുന്നവരെ നമ്മൾ ഈ മുറിക്കുള്ളിൽ സുരക്ഷിതരായപ്പോൾ നമുക്ക് വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നതിനോട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ ആത്മാവിന്റെ കടന്നുവരുന്നതിന് തടസ്സമായി നമ്മളുള്ള എല്ലാ സ്വാധീനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും യേശു നാമത്തിൽ മാറിപ്പോകുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നമുക്ക് എല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ എടുത്ത് നടക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് പൂർണ്ണമായിട്ട് നമ്മുടെ ഹൃദയത്തെ ഒരുക്കാം. ഈ ഒരാഴ്ച കാലം നമ്മൾ ഒത്തിരി വ്യഗ്രതകളിലായിരുന്നു, ഒത്തിരി ആകുലതകളിലായിരുന്നു, ഒത്തിരി അസ്വസ്ഥതകളിലായിരുന്നു. അത് എന്തിന്റെയും ആവട്ടെ, യുദ്ധത്തിൻ്റെതാവട്ടെ, ജോലിയുടേതാവട്ടെ, ശമ്പളത്തിൻ്റെതാകട്ടെ, നിന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങളാവട്ടെ, വരുമാനത്തിൻ്റെതാവട്ടെ, നിന്റെ രോഗത്തിൻ്റെതാവട്ടെ, ഒത്തിരി അസ്വസ്ഥതയായിരുന്നു. ഇതാ ഇന്ന് ഈ നിമിഷം കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന നിമിഷം. നിന്റെ തകർച്ചയുടെ നിമിഷങ്ങളില്, നിന്റെ രോഗത്തിന്റെ നിമിഷങ്ങളില്, നിന്റെ വേദനയുടെ നിമിഷങ്ങളില്, നിന്റെ ആകുലതയുടെ അസ്വസ്ഥതയുടെ ഭീതിയുടെ നിമിഷങ്ങളില് കർത്താവ് നിന്നോട് സംസാരിക്കുന്ന നിമിഷമാണ്. കണ്ണുകളൊക്കെ പൂർണ്ണമായിട്ട് നടച്ചു നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമായിട്ട് ഈശോയുടെ സന്നിധിയിലേക്ക് വിട്ടുകൊടുത്തോണ്ട്, എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന ഈശോയുടെ സന്നിധിയിലാണ് ഞാനായിരിക്കുന്നത്. എന്നെ ഒത്തിരി സ്നേഹത്തോടെ എന്നെ സ്വീകരിക്കുന്ന ഈശോയുടെ സന്നിധിയിലായി. ആ ഈശോയിലേക്ക് എന്നെ തന്നെ പൂർണ്ണമായിട്ട് എന്നെ സ്നേഹിക്കുന്ന ഈശോയുടെ സന്നിധിയിലേക്ക് എന്നെ തന്നെ ഒന്ന് വിട്ടുകൊടുത്തോണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയേ, നിന്നെ എനിക്കെന്തൊരിഷ്ടം, ഈശോയേ, നിന്നെ എനിക്കെന്തൊരിഷ്ടം, എൻ ജീവിതം നിന്റെ ദാനം, എൻ സർവവും നിന്റെ ദാനം, എല്ലാം നൽകുന്നനാഥ, നിന്നെ എനിക്കെന്തൊരിഷ്ടം, നിന്നെ എനിക്കെന്തൊരിഷ്ടം. എല്ലാവരും എന്റെ കൂടി കണ്ണുകൾ അടച്ചുകൊണ്ട്, എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന ഈശോയുടെ സന്നിധിയിലാണ് ഞാൻ, എന്നെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഈശോയുടെ സന്നിധി. ആ ഇഷ്ടത്തോടെ നമുക്ക് ഈശോയുടെ സന്നിധിയിലായി ഒത്തിരി ഈശോയുടെ സ്നേഹത്തോടെ
നീ എന്നെ സ്നേഹിക്കും പോലെ നിന്നെയും സ്നേഹിച്ചിടാനാ. നീ എന്നെ സ്നേഹിക്കും പോലെ നിന്നെയും സ്നേഹിച്ചിടാനാ. എന്നെ പഠിപ്പിക്കും വാത്സല്യമേ, നിന്നെ എനിക്കും ഒരിഷ്ടം, നിന്നെ എനിക്കും ഒരിഷ്ടം. ഈശോയേ, നിന്നെ എനിക്കും ഒരിഷ്ടം. ഈശോയേ, നിന്നെ എനിക്കും ഒരിഷ്ടം. എൻ ജീവിതം നിന്റെ ദാനം, എൻ സർവ്വം നിന്റെ ദാനം. എല്ലാം നൽകുന്നതാ നിന്നെ എനിക്കും ഒരിഷ്ടം, നിന്നെ എനിക്കും ഒരിഷ്ടം. ഈശ്വരസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് വിട്ടുകൊടുത്തു. ഒത്തിരി സ്നേഹിക്കുന്ന ഈശ്വര സന്നിധിയിലേക്ക് പൂർണ്ണമായിട്ട് നമ്മളെ വിട്ടുകൊടുക്കും. എന്നെ ഒത്തിരി അധികമായിട്ട് ഈശോ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം എന്റെ കർത്താവിന് അറിയാത്ത യാതൊന്നുമില്ല എന്ന് ബോധ്യത്തോടും, എന്റെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ, വേദന ഉണ്ടാകുമ്പോൾ അതെല്ലാം ഈശോയെ പ്രതി സ്വീകരിക്കുവാനായിട്ട് എന്റെ ഈശോയുടെ കുരിശിനോടൊന്ന് ചേർത്ത് വെക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നോമ്പിന്റെ ഈ കാലത്തില്, നോമ്പിന്റെ പകുതിക്കാലം കഴിഞ്ഞിട്ട് ഇനി അവസാന ദിവസങ്ങളിലേക്ക് നാം കടക്കുമ്പോൾ എന്റെ ജീവിതത്തെ ആ ഈശോയുടെ കുരിശിനോടൊന്ന് ചേർത്ത് വെച്ച് ഇനിയുള്ള ദിവസങ്ങൾ ജീവിക്കുവാനായിട്ട്, പരിത്യാഗത്തിന്റെ ദിവസങ്ങളില്, പ്രാർത്ഥനയുടെ ദിവസങ്ങളില്, ഉപവാസത്തിന്റെ ദിവസങ്ങളില് ആ ഈശോയുടെ കുരിശിന്റെ സഹനത്തോട് എന്റെ ജീവിതത്തിലെ സഹനങ്ങളെ ഒന്ന് ചേർത്ത് വെക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പൂർണ്ണമായിട്ടും ഈശോയുടെ സന്നിധിയിലേക്ക് ഒന്ന് വിട്ടുകൊടുത്തുകൊണ്ട് എന്റെ ഈശോയെ, എന്റെ ജീവിതത്തിൽ വന്ന സകല തെറ്റുകളെ നിന്റെ സന്നിധിയിലേക്ക് അന്വേഷണം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവ്, നിന്റെ അനുഗ്രഹം കടന്നു വരുന്നതിന് തടസ്സമായിട്ട് എന്റെ ജീവിതത്തിലുള്ള സകലത്തിനെയും ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നിന്റെ കുരിശിനോട് എന്നെ തന്നെ ചേർത്ത് വയ്ക്കും, നിന്റെ തിരുമുറിവുകളോട് എന്നെ തന്നെ ചേർത്ത് വയ്ക്കുന്നു ഈശോയെ. എന്റെ രോഗങ്ങളാകട്ടെ, എന്റെ തകർച്ചകളാകട്ടെ, ഈശോ നിന്റെ മുറിവുകളോട് ഞാൻ ചേർത്ത് വയ്ക്കും. കർത്താവിന്റെ കൃപയൊഴുകുന്ന നിമിഷങ്ങളാക്കി ഇതിനെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കും. ഈശോന്റെ വലിയ കൃപയാൽ കർത്താവ് ഞങ്ങളെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കും. നിന്റെ തിരുമുറിവിൽ നിന്നൊഴുകുന്ന തിരിച്ചോരയാൽ കർത്താവ് ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഈ നിമിഷം കർത്താവിന് വലിയ കൃപ ഇറങ്ങി വരുന്നതിനോട് പ്രാർത്ഥിക്കും. അങ്ങേ തിരുമുറിവുകളിൽ എന്റെ അങ്ങേ എന്റെ എല്ലാം എനിക്കോ എന്റെ ജീവനാമീശോ, എല്ലാം എനിക്കോ എന്റെ ജീവനാമീശോ. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കേണമേ, അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ തേടണമേ. ഒരിക്കൽ കൂടി വചനത്തിന്റെ ആത്മാവ് നമ്മളിലേക്ക് കടന്നു വരുന്നതിനോട് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, വചനത്തിന്റെ അഭിഷേകം നമ്മളിലേക്ക് ഇറങ്ങി വരുന്നതിന് വേണ്ടിയിട്ട് ജെറുസലേമിലായിരുന്ന സെഖിയോൻ ശൈലയിലായിരുന്ന ശിഷ്യന്മാരുടെ മേലേക്ക് അഗ്നിനാവുകളായി പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ ഇതാ പത്രോസ് എഴുന്നേറ്റ് നിന്നിട്ട് അവിടെ വചനം പ്രസംഗിച്ചപ്പോൾ അനേക ആയിരങ്ങൾ മാനസാന്തരപ്പെട്ടുവെങ്കിൽ ആ ജീവിക്കുന്ന വചനത്തിന്റെ ശക്തി, ആ ജീവനുള്ള വചനത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇന്ന് നമ്മളിലേക്ക് വ്യാപരിക്കുവാൻ തക്കോതും, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇറങ്ങി വരുവാൻ തക്കോതും, ആത്മാവിന്റെ കൃപ നമ്മളിലേക്ക് വർഷിക്കുവാൻ തക്കോതും, ആത്മാവിന്റെ അഭിഷേകം വചനത്തിന്റെ വിത്തുകളായിട്ട് നമ്മളിലേക്ക് കടന്നു വരാൻ തക്കോതും
എല്ലാവരും തീവ്രമായി ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനത്തിന് വേണ്ടി വലിയൊരു വചനത്തിന് വേണ്ടിയൊന്നുമല്ല നിൽക്കുന്നത്. എന്നാലും കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഇന്നലെ വൈകിട്ട് സിജോ വിളിച്ച് പറഞ്ഞപ്പോ നോ പറയാൻ പറ്റാത്തത് കൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ച് ഫോൺ എടുക്കണ്ടായിരുന്നു, എടുത്തത് മണ്ടത്തരമായെന്ന് വിചാരിച്ചു. എന്നാല് സിജോ ചോദിച്ച ചോദ്യം കുറെ കാലം ആയില്ലോടെ ഇനിയും വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് ഇത്ര നാൾ നിൽക്കും ഒരു ചോദ്യമാണ്. ദൈവസന്നിധിയില് ഇവിടെ ദുബായിൽ വന്നിട്ട് 24 വർഷം കഴിഞ്ഞു. 24 വർഷമായിട്ട് ഈ പ്രയർ ഗ്രൂപ്പിൽ കണ്ടിന്യൂ ചെയ്തു പോവുകയാണ്. ഒത്തിരി ഉയർച്ച താഴ്ചകളിലൂടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്. അവിടെയെല്ലാം നമ്മളെപ്പോഴും പറയും, ഈ വർഷങ്ങളിൽ 24 വർഷത്തിലൊക്കെ ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ വന്നു പോയിട്ടുള്ള ഈ പ്രയർ ഗ്രൂപ്പിൽ വന്നു പോയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓഡിറ്റോറിയം അല്ല വലിയൊരു ഗ്രൗണ്ടിലായാലും തികയാത്തത്ര ആൾക്കാർ ഇവിടെ വന്നു പോയിട്ടുണ്ടാകും. അനേകായിരങ്ങള് കരഞ്ഞി നിലവിളിച്ച് കണ്ണുനീര് വീണ പ്രാർത്ഥന കൂട്ടായ്മ, അനുഗ്രഹങ്ങൾ വാങ്ങി സന്തോഷത്തോടെ മടങ്ങിപ്പോയ പ്രാർത്ഥന കൂട്ടായ്മ. ഇന്നും ഒരു കോട്ടവും സംഭവിക്കാതെ ഈ കൂട്ടായ്മ മരുഭൂമിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അനേകരുടെ കണ്ണുനീരിന്റെ വിലയാണ്. പുറപ്പാടിന്റെ പുസ്തകത്തിലെ മോശെ മരുഭൂമിയിൽ അവിടെ വെച്ചിട്ട് ദൈവം അവനെ വിളിച്ചിട്ട് ഈജിപ്തിലേക്ക് പറഞ്ഞു വിട്ടു. വീണ്ടും ആ മോശയെ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന് 40 വർഷക്കാലം ആ മരുഭൂമിയിലേക്ക് നടത്തി. ഇതുപോലെ 38 കൊല്ലക്കാലം ഈ മരുഭൂമിയിൽ നടത്തിയ ഒരു മനുഷ്യനുണ്ടായിരുന്നു, സണ്ണിച്ചേട്ടൻ. അദ്ദേഹത്തിന്റെ കണ്ണുനീരും വേർപ്പിന്റെയും ഒക്കെ അനന്തര ഫലങ്ങളാണ് ഇന്ന് ഈ കൂട്ടായ്മയിൽ നമ്മളായിരിക്കുന്ന ഓരോരുത്തരും. കയറി നിൽക്കുമ്പോൾ ഇത് പറയാതെ പോകാൻ പറ്റില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരപ്പനെ പോലെ കരുതി കൂടെ ചേർത്ത് കൊണ്ട് നടന്ന് ആഹാരം ഉണ്ടാക്കി തന്നു, വേണ്ടുന്നതൊക്കെ ചെയ്തു തന്നു. ഇവൻ പലപ്പോഴും തുണി പോലും നനച്ചു തന്ന് കൊണ്ടു നടന്ന ഒരപ്പൻ. ആ അപ്പന്റെയൊക്കെ പ്രയത്നത്തിന്റെ ഫലമാണ് ഇന്ന് ഈ കൂട്ടായ്മ ഇപ്പോഴും നിലനിൽക്കുന്നത്. 2002 ഞാനിവിടേക്ക് കടന്നു വരുമ്പോ നാട്ടില് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ പഠിച്ചിട്ട് ഹോട്ടൽസിലൊക്കെ വർക്ക് ചെയ്ത് നാട്ടിലിങ്ങനെ നടക്കുമ്പോഴാണ് പ്രായത്തിന്റെ ആയിട്ടുള്ള സകല വേലത്തരങ്ങളുമായിട്ടൊക്കെ നടക്കുമ്പോഴാണ് അല്പം രാഷ്ട്രീയം, അല്പം എല്ലാ വിലകളുമായി നടക്കുമ്പോൾ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. ചേട്ടൻ വിളിച്ചു പറയുന്നത് വിസിറ്റേഴ്സ് എടുത്ത് എന്നാ കയറി വരാൻ പറ്റുമോ? ഒറ്റ ഡിമാൻഡാണ് വെച്ചത്, വരുന്നതിന് മുമ്പ് ഒരു ധ്യാനം കൂടിയിട്ട് വരണം. ഒരു ഡിമാൻഡേ ഉള്ളായിരുന്നു. പക്ഷെ നമുക്ക് അത്ര അങ്ങോട്ട് എളുപ്പമുള്ള ഒരു പരിപാടി അല്ലായിരുന്നു അത്. എന്നാലും ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഗൾഫിൽ പോകണമെന്നൊക്കെ ആഗ്രഹത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ്. എന്നാലും ആ ഡിമാൻഡ് അംഗീകരിച്ചു. അപ്പോ ഞാനും എൻ്റെ 2 കൂട്ടുകാരും കൂടെ
ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ അവരെയും കൂടെ വിളിച്ചു ധ്യാനത്തിന് പോകാനായിട്ട്. ധ്യാനത്തിന് പോകാനായിട്ട് ബാഗൊക്കെ എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി 3 പേരും കൂടെ. പക്ഷെ എവിടെ പോകണമെന്ന് പിടുത്തമില്ലായിരുന്നു, എവിടെ ധ്യാനത്തിന് പോകണമെന്ന് പിടുത്തമില്ലായിരുന്നു. വീട്ടിൽ നിന്ന് ബാഗൊക്കെ എടുത്തിറങ്ങി. പിന്നെ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് വിചാരിച്ചു എന്നാൽ കോട്ടയത്ത് പോയി ഭരണങ്ങാനത്ത് പോവാം. അവിടെ ഒരച്ഛനുണ്ട്, അവിടെ അസിസി ആശ്രമത്തിൽ ഒരു അച്ഛനുണ്ട്, നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള അച്ഛൻ. അച്ഛന് നമ്മള് കുഞ്ഞിക്കാലം മുതലേ അച്ഛനെന്ന് വൈദികൻ എന്ന് പറയുമ്പോൾ വിശുദ്ധിയുടെ ഒരു പര്യായമായിട്ട് നമ്മൾ, കാരണം ഒരു കാവി ചാക്ക് വെള്ളം ഉടുപ്പ് വിട്ട് ഒരു അരക്കെട്ടയും കെട്ടി എപ്പോഴും ഒരു നരട്ട കുടയും കാലം കുടയും കുത്തി പള്ളിയിൽ പോകുന്ന ഒരു അച്ഛനാണ്. ആ അച്ഛനാണ് നമ്മളൊരു അച്ഛൻ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് എപ്പോഴും ഒരു സന്യാസിയുടെ രൂപം തെളിഞ്ഞു വരുന്ന അച്ഛനാണ്. അപ്പൊ എന്നാ ശരിയെന്ന് അങ്ങോട്ട് പോകാന്ന് വിചാരിച്ചു. അവിടെ എന്തായാലും ധ്യാനം കാണുമെന്ന് വിചാരിച്ചു. അങ്ങനെ നമുക്ക് വീട്ടിൽ നിന്ന് കോട്ടയത്തിന് 100 കിലോമീറ്റർ കൂടുതലുണ്ട്. അങ്ങനെ കോട്ടയത്ത് പോയി. കോട്ടയത്ത് നിന്ന് ബസ് കയറി ഭരണങ്ങാനത്ത് ചെന്നു. അവിടെ ചെന്ന് അച്ഛനെ കണ്ടെന്ന് പറഞ്ഞു, മക്കളെ ഇവിടെ ധ്യാനമില്ല ഇപ്പൊ. പിന്നെ അച്ഛൻ്റെ അടുത്തിരുന്നു പറഞ്ഞു, അച്ഛാ എവിടെയെങ്കിലും ധ്യാനമുള്ള പറയാം, എന്തായാലും വീട്ടിൽ ധ്യാനത്തിനാണെന്ന് പറഞ്ഞിറങ്ങി. ഇനിയിപ്പോ ധ്യാനം കൂടാതെ വീട്ടിൽ ചെന്ന് കയറാനും പറ്റത്തില്ല. അങ്ങനെ അച്ഛൻ പലയിടത്തും വിളിച്ചു. അവസാനം അച്ഛൻ പറഞ്ഞു ഒരു ധ്യാനം ഉണ്ട്, അതാണ് കുടക്കച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത്, പാലായിൽ തന്നെ കുടക്കച്ചിറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ധ്യാനമുണ്ട്. അവിടെ സാബു ആറുതൊട്ടി എന്ന് പറയുന്ന ഒരു ബ്രദറിന്റെയാണ്. നമുക്കിപ്പോ 6 തൊട്ടിയാലും 8 തൊട്ടിയാലും നമുക്ക് പ്രശ്നമില്ല, ധ്യാനം കൂടും, അതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് പാലായിൽ വന്നു. ഉച്ചയ്ക്ക് അവിടെ പാലായിൽ ചോറൊക്കെ കൊണ്ടിട്ട്, കാരണം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ധ്യാനത്തിന് പോവാണ്, എന്തോ കിട്ടുന്നതെന്നും പറയാൻ പറ്റത്തില്ല. വൈകുന്നേരം ധ്യാനം തുടങ്ങുന്നതെന്ന് പറഞ്ഞു. വൈകുന്നേരം അവിടുന്ന് ബസ് കയറി അവിടെ ചെന്നു. അങ്ങനെ അവിടെ ധ്യാനത്തിന് കൂടി. 1 ദിവസം 2 ദിവസം 3 ദിവസം 2 ദിവസം കഴിഞ്ഞ് നമ്മളിങ്ങനെ മസിലൊക്കെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ കമ്പനിക്ക് കുറെ ടീമുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ 3 പേരും ഉണ്ട്. വേറെ വന്ന ടീമുകളൊക്കെ ആയിട്ട് പരിചയപ്പെട്ടപ്പോൾ നമ്മളെക്കാളും വലിയ സാധനങ്ങളാണ് ഇരിക്കുന്നത്. കുപ്പിയും കൊണ്ട് വന്നിട്ട് കുപ്പി ബാത്റൂമിൽ വെച്ച് ഇടയ്ക്ക് പോയി അടിക്കുന്ന ടീമുകളാണ് അവിടെ ഇരിക്കുന്നത്. 2ാമത്തെ ദിവസം കഴിഞ്ഞപ്പോഴേക്കും ബ്രദർ പറഞ്ഞു, ഇനി കുപ്പിയുള്ളവരെല്ലാം കൊണ്ടിടാൻ പറഞ്ഞു. അങ്ങനെ ആൾക്കാരൊക്കെ കുപ്പികളൊക്കെ കൊണ്ടിട്ടു. അവിടെ ഇരുന്നു. നമ്മളെന്നിട്ടും വലിയ കാര്യങ്ങളൊന്നുമില്ല, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ 2ാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് പ്രാർത്ഥിക്കണമെന്നൊക്കെ, നമുക്ക് പ്രാർത്ഥിക്കുന്നതിനും ഒരു തടസ്സമില്ല. പ്രാർത്ഥിക്കുന്ന വീട്ടിൽ പ്രാർത്ഥിച്ചു വളർന്നതാണ്, അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, പ്രാർത്ഥിച്ചു വന്നത്. പക്ഷെ ഈ കരസ്മാറ്റിക്കൊന്നും നമുക്ക് ഇങ്ങോട്ട് ആ ഒരു ഇതിലേക്കൊന്നും പോയിട്ടില്ലാത്തതുകൊണ്ട് 3ാമത്തെ ദിവസം ആയപ്പോഴേക്കും ഉപവാസമാണ്, ഉപവാസ ദിനമാണ്. അങ്ങനെ അച്ഛൻ പറഞ്ഞു, അല്ല ബ്രദർ പറഞ്ഞു എല്ലാവരും ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അന്ന് 1 ദിവസം ഫുള്ളായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഉച്ചക്കത്തെ കഞ്ഞി കിട്ടിയപ്പോഴാണ് സമാധാനമായത്. കഞ്ഞിയെ കുടിച്ച് അതിന്റെ ദിവസം പിന്നെ കുമ്പസാരവും അവസാന ദിവസം പരിശുദ്ധാത്മാന്റെ അഭിഷേകമായി. ആ പരിശുദ്ധാത്മാന്റെ അഭിഷേകത്തിന്റെ ദിവസം ബ്രദർ ഓരോരുത്തരെയും കൈവച്ചു. ആ കൈവെപ്പില് സംഭവം പടിഞ്ഞടിച്ച് താഴെ വീണു. അവിടുന്ന് ഒരു അടിത്തറ കെട്ടിയിട്ട് പരിശുദ്ധാത്മാവിനെ കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി വരികയാണ്. ഇവിടെ കയറി വന്ന് ചേട്ടൻ വന്ന് വിളിച്ചുകൊണ്ട് വന്നു. 1 ദിവസം ചേട്ടന്റെ റൂമിലായിരുന്നു താമസിച്ചത്. പിറ്റേ ദിവസം പറഞ്ഞു, നിന്റെ ഇവിടെ അല്ല നിന്റെ സ്ഥലം, താമസിക്കാനുള്ള സ്ഥലം വേറെയാണ്. ഒരു ബുധനാഴ്ച വൈകുന്നേരം ആയപ്പോഴേക്കും അവിടുന്ന് ബസ് കയറി ഫിക്സൈസിലേക്ക് കൊണ്ടുവന്നു. 14:32 ബിൽഡിംഗ് 14 നമ്പർ, ഷെയ്ഖ് കോളനി 14 നമ്പർ 32 റൂമിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് സണ്ണിച്ചേട്ടൻ എന്ന് പറയുന്ന ആളുണ്ട്. അവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ഓരോരുത്തരൊക്കെ വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ആൾക്കാരൊക്കെ വരുന്നതായിരിക്കും. അങ്ങനെ വന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പം പിന്നെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അപ്പോ നമ്മൾ വിചാരിച്ചു സന്ധ്യാപ്രാർത്ഥന ആയിരിക്കും. അങ്ങനെ പ്രാർത്ഥന ബുധനാഴ്ചയാണ്. 1 കൊന്ത കഴിഞ്ഞു, 2ാമത്തെ കൊന്തയായി, 3ാമത്തെ കൊന്തയായി. ഈ 4ാമത്തെ കൊന്ത എന്ന് പറയുന്ന സഭ പ്രകാശത്തിന്റെ ദിവസം ആ സമയത്തൊക്കെ തുടങ്ങിയതേ ഉള്ളൂ. 2001 അങ്ങാണ്ടാണ് ഇത് തുടങ്ങിയത്. ആ സമയത്തൊക്കെ തുടങ്ങി വരുന്നേ ഉള്ളൂ. ഇങ്ങനത്തെ സംഭവം പോലും നമുക്കറിയത്തില്ല. 4 കഴിഞ്ഞു. പിന്നെ ഇത് ഇരുന്ന് വിചാരിച്ചു. പിന്നെ കരുണക്കൊന്ത, അത് കഴിഞ്ഞ് മധ്യസ്ഥ പ്രാർത്ഥന. ഇതിങ്ങനെ നീണ്ടുപോകുന്നൊരു സീരീസ് ആയിട്ട് പോവാണ്. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സമാധാനമായി എല്ലാവരും പിരിഞ്ഞു പോയി. ചേട്ടൻ പറഞ്ഞു, ഇതാണ് നിന്റെ സ്ഥലം, ഇനി നീ ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടനും വിട്ടിട്ട് പോകും. അവിടെ അങ്ങനെ വർത്താനം പറഞ്ഞിരിപ്പോഴാണ്
എന്നെക്കാളും 3-4 ദിവസം മുന്നേ വന്ന് റോയ് ബ്രദർ എന്നെക്കാളും 3-4 ദിവസം സീനിയറാണ് റോയ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ രാത്രി ആയപ്പോഴേക്കും ജെസ്സോ ഉണ്ട്. ജെസ്സോയും വേറൊരു ആളും കൂടെ കട്ടിലേക്ക് കിടക്കും, ഞാനും റോയും കൂടെ തറ കിടക്കും ഒരു വായിൽ. അങ്ങനെയായിരുന്നു ഞങ്ങൾ തുടങ്ങിയത് അവിടെ. അങ്ങനെ ഇരുന്നു. പിറ്റേ ദിവസം ആയപ്പോൾ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞു, വർത്താനം പറഞ്ഞിരുന്നു, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഇരുന്നു. സാനിച്ചേട്ടന്റെ കുറെ ക്ലാസ്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നു. ഉച്ച കഴിഞ്ഞൊരു 4 മണി 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ ആൾക്കാർ വന്നു തുടങ്ങി. വ്യാഴാഴ്ച അതിങ്ങനെ ആൾക്കാർ വന്നു, അതിങ്ങനെ കൂടി 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 വന്നോണ്ടിരുന്നു. രാത്രി ആയപ്പോഴേക്കും 8 മണി 9 മണി 10 മണിയൊക്കെ ആയപ്പോഴേക്കും സഞ്ചേട്ടനാണെങ്കിൽ വലിയ ശരീരത്തിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പം പറഞ്ഞു കുറെ ആൾക്കാർ വരും എന്ന് പറഞ്ഞു. ശരീരത്തിലൊക്കെ കുറെ കറികൾ അത് ഇതൊക്കെ ഉണ്ടാക്കി. ചിക്കൻ കറി മസ്റ്റാണ്. അങ്ങനെ ഉണ്ടാക്കി. അത് കഴിഞ്ഞൊരു 10-9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ആൾക്കാർ ഒരുപാട് പേര് വന്നു. പിന്നെ എല്ലാവരും അവിടെ വർത്താനം പറയുന്നത് മൊത്തം ഇങ്ങനെ പ്രാർത്ഥനയുടെ കാര്യങ്ങളും വചനത്തിന്റെ കാര്യങ്ങളും ഒക്കെ ഉള്ളു. നമ്മൾ നാട്ടിൽ നിന്ന് നാട്ടിലെ കാര്യങ്ങളൊക്കെ പറയാന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവം ഇല്ല. അങ്ങനെ ഇരുന്ന് ഒരു 10 മണിയായപ്പോഴത്തേക്കും ഫുഡ് അവിടെ പായിടാന്ന് പറഞ്ഞ് പായിട്ടു. ഫുഡ് അവിടെ പായുടെ മേളിൽ പേപ്പർ ഇട്ടു. ചരുവങ്ങൾ നിരന്നു. പിന്നെ വന്നവരൊക്കെ കുറച്ച് പൊറോട്ടയും കുബൂസും അങ്ങനെ സാധനങ്ങളും ഒക്കെ കൊണ്ടുവരും. ഒരു പങ്കുവയ്ക്കലിന്റെ അനുഭവത്തിൽ എല്ലാവരും കൂടെ കൂടിയിരുന്നു കഴിച്ചു കഴിഞ്ഞാൽ കിടക്കാന്ന് വിചാരിച്ചു. കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് പാത്രമൊക്കെ കഴിയുന്ന സമയമായപ്പോഴേക്കും പേപ്പറെല്ലാം മടക്കി. എന്നാ വിചാരിച്ച പായിൽ ഇനിയിപ്പോ എല്ലാവരും കൂടെ അവിടെ കിടക്കാനായിരിക്കും വിചാരിച്ചു. അപ്പോഴാണ് അറിയുന്നത് തുടങ്ങാന്ന് പരിപാടി. 11 മണി ആയപ്പോ തുടങ്ങി നൈറ്റ് വിജില്. 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ആയി. 3 മണി വരെ നിർത്താതെ കൊണ്ട് 3-3:30 കഴിഞ്ഞപ്പോഴാണ് കുറച്ചു പേര് പോയി. ആ പ്രാർത്ഥന കഴിഞ്ഞു. കുറച്ചുപേര് പോയി. കുറച്ചുപേര് അവിടെ കിടന്നു. ഞങ്ങൾ പിന്നെ അവിടെ കിടന്നു. പിറ്റേ ദിവസം ബഹളം കേട്ടിട്ട് എഴുന്നേൽക്കുമ്പോൾ ആൾക്കാർ കുളിക്കുന്നു. ഒരു ബാത്റൂമിൽ കുളിക്കുന്നു. വെള്ളം എല്ലാവരും പോകാനായിരിക്കും എന്ന് വിചാരിച്ചു. പിറ്റേ ദിവസം വെള്ളിയാഴ്ച പോകാനായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് അടുത്ത പ്രാർത്ഥനയ്ക്ക് പോകാനുള്ള പരിപാടിയാണ്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് എല്ലാവരും റെഡി ആകുന്നു. പായ എടുക്കുന്നു, കൊട്ടാനുള്ള സാധനങ്ങൾ എടുക്കുന്നു, പാട്ടൂസം എടുക്കുന്നു, സാധനങ്ങൾ എടുത്ത് അടുത്ത പ്രാർത്ഥന. വെള്ളിയാഴ്ച വീണ്ടും ഒരിടത്ത് പോയി പ്രാർത്ഥനയ്ക്ക് പോയി. അപ്പൊ വിചാരിച്ചത് അവസാനിക്കുന്നു വിചാരിച്ചു. ആ പ്രാർത്ഥന ഒരു 4-4:30 ആയപ്പം കഴിഞ്ഞിട്ട് എല്ലാവരും റൂമിൽ വന്ന കൂട്ടത്തിൽ ഇതാ കുറെ പേരും കൂടെ കൂട്ടത്തിൽ വന്നപ്പോ അവിടെ ഇരുന്ന് ചായയും കടികളും ഒക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് ഒരു 7 മണിയായപ്പോ 6-7 മണിയായപ്പം വീണ്ടും പറയാം വീണ്ടും പോവാം പ്രാർത്ഥനയ്ക്ക്. നടക്കുന്ന കാര്യമായി. വന്നിട്ട് 2-ാമത്തെ ദിവസമാണ് വീണ്ടും പ്രാർത്ഥന. എവിടാ ചെന്നപ്പോ ലേബർ ക്യാമ്പിൽ സജ്ജയിൽ. അവിടെ ചെന്ന ഒരു ചെറിയ റൂമിലാണ്. കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി. അവര് നമ്മളൊക്കെ ഇതെല്ലാം കാഴ്ചക്കാരായിട്ട് കാണുന്നുണ്ട്. വിളിച്ചു കൂട്ടും. ഇരിക്കാൻ സ്ഥലമില്ല. ബങ്കർ വീട്ടിന്റെ മുകളിൽ കയറിയിരുന്നാണ് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി കയറുന്നത്. അപ്പൊ 2-ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് നമുക്കും പ്രാർത്ഥിക്കാനായിട്ട് ഒരു ആഗ്രഹം. അങ്ങനെ ഒരു ഇതിപ്പോ തീരുവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവിടെയും പ്രാർത്ഥന കഴിഞ്ഞ് രാത്രി 10-11 മണിയാകുമ്പോൾ വീട്ടിൽ വന്നു. എന്നിട്ടാണ് കിടക്കുന്നത്. പിന്നെ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് പണിയില്ലാത്തതുകൊണ്ട് ജോലിയൊന്നും ആയിട്ടില്ല. വന്നതേ ഉള്ളൂ വിസിറ്റ്. ഇങ്ങനെ ഇരുന്നു. അങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞപ്പോ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നാട്ടിൽ നിന്നൊരു ബ്രദർ വിസിറ്റ് വന്നു. പാപ്പച്ചൻ ബ്രദർ, പാപ്പച്ചൻ ബ്രദർ. പിന്നെ റോയിയൊക്കെ ജോലിക്ക് പോകും. പിന്നെ പരിപാടി സഞ്ചേട്ടൻ ജോലിക്ക് പോകും രാവിലെ. ഞാനും ഈ പുള്ളിക്കാരനും കൂടെയാണ് കമ്പനി. പിന്നെ പുള്ളി വചനം വരെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് 3 മാസത്തേക്ക് വന്നേക്കുന്നതാണ്. അവിടെ പരിപാടി അവിടെ തുടങ്ങി. പിന്നെ ഞങ്ങൾ അവിടെ ഇരിക്കുക, പ്രാർത്ഥിക്കുക. ഈ ഫുൾ ടൈം ഇത് തന്നെ പരിപാടി. ഈ വചനം പറയുക, പ്രാർത്ഥിക്കുക, കൊന്തയില്ല. വചനം പറയുക, പ്രാർത്ഥിക്കുക, കൊന്തയില്ല. ഫുൾ ടൈം ഇത് തന്നെ പരിപാടി. 3-4 ദിവസത്തേക്ക് പുള്ളിക്ക് വലിയ വിസിറ്റേഴ്സ് ഒക്കെ കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെയായിരുന്നു വരാം. ഇതിങ്ങനെ തുടർന്നു. പക്ഷെ അടിസ്ഥാനം എന്നെ അവിടുന്ന് കർത്താവ് തൊട്ടിട്ട്, പരിശുദ്ധാത്മാവ് അവിടുന്ന് തൊട്ടിട്ട് എന്നെ അവിടുന്ന് ഒരു തുടക്കം ഇട്ടിട്ട് ഈ മരുഭൂമിയിലേക്ക് മോശയെ കൊണ്ടുവന്നതുപോലെ എന്നെയും കൊണ്ടുവന്നു ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ വിചാരിക്കും ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ കുറച്ച് ദിവസം എനിക്കൊരു ഒരു 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 സ്റ്റഡി ക്ലാസ്സും ഒരു പ്രിപ്പറേഷനും എല്ലാം തന്നു. പിന്നെ ബ്രദറിനെ പ്രാർത്ഥിക്കുവാനും കൗൺസിലിങ്ങിനുമായിട്ട് ആൾക്കാർ വരാൻ തുടങ്ങി. ഈ ആൾക്കാർ വരാൻ തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞിട്ട് പിന്നെ അവരെ വിസിറ്റേഴ്സിനെ സ്വീകരിക്കുന്നതും അവരെ വിളിച്ചിരുത്തുന്നതും ഒക്കെ വർത്താനം പറയുന്നതും ഒക്കെ ഞാനാണ്. പിന്നെ കുറച്ച് 2-4 ദിവസം കഴിഞ്ഞ് ബ്രദർ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഞാൻ ഒരാളെ കയറ്റുമ്പോൾ നീ ഇവിടെ ഇരുന്ന് ഇവരെ പ്രാർത്ഥിപ്പിക്കാൻ പറഞ്ഞു. നല്ല പരിപാടി. ഒരാളെ കയറ്റുമ്പോൾ ബാക്കിയുള്ളവരെ നീ ഇവിടെ നിന്ന് പ്രാർത്ഥിപ്പിച്ചോളാൻ പറഞ്ഞു. പിന്നെ ആ പരിപാടി തുടങ്ങി.
അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക ഇവർക്ക് വേണ്ടിയിട്ട്. അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നപ്പോ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് അവസാനം ബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ബ്രദർ നമ്മളെ കൂടെ കൂട്ടും അവസാനത്തെ പ്രാർത്ഥനയ്ക്ക്. അങ്ങനെ പ്രാർത്ഥിച്ച് പതുക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ചില വിഷനൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഒരു ഒരുക്കപ്പെടലിന് പരുവപ്പെടുത്തലിലൂടെ നമ്മളെ കുറച്ചുനാൾ കൊണ്ടുപോയി 25 ദിവസമായപ്പോ ജോലി കിട്ടി. പിന്നെ അങ്ങനെ 3 മാസത്തോളം ബ്രദർ ഉണ്ടായിരുന്നു. ബ്രദറും ഞാനും കൂടെ ഒരു ധ്യാന കേന്ദ്രത്തെ പോലെ രാവിലെ മുതൽ വൈകിട്ട് വരെ, വൈകിട്ടാകുമ്പോൾ ഉച്ച കഴിയുമ്പോഴത്തേക്കും സണിചേട്ടൻ വരും. അങ്ങനെ ഒരവസ്ഥയിലൂടെ കൊണ്ടുപോയി. ആ ഒരവസ്ഥയിലൂടെ കുറെ നാൾ കൊണ്ടുപോയിട്ട് ആണ് ഇങ്ങനെ പരുവപ്പെടുത്തി ഒരു പ്രാർത്ഥന 2 പ്രാർത്ഥന. അത് കർത്താവ് പറഞ്ഞതുപോലെ ലോകത്തിന്റെ അതിർത്തി എന്നൊക്കെ പറയുന്നത് പോലെ രാവിലെ എഴുന്നേറ്റ് നൈറ്റ് വിജിൽ 3:30 കിടന്നിട്ട് രാവിലെ വെള്ളിയാഴ്ച രാവിലെ 6 മണിക്ക് എഴുന്നേക്കും. അടുത്ത പ്രാർത്ഥന എവിടെ? റൂവൈസ് എന്ന് പറയുന്ന സ്ഥലം. ഇവിടുന്ന് ദുബായിൽ നിന്ന് റൂവൈസ് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയാവുന്നവർക്ക് അറിയാം. 350 കിലോമീറ്റർ ആണ്. റൂവൈസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പ്രാർത്ഥനയ്ക്ക് പോകുന്ന സമയം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോകും. അവിടെ ചെന്നിട്ട് ആൾക്കാരെ വിളിച്ചു കൂട്ടും. ഓരോ ക്യാമ്പിലും കയറി ഇറങ്ങി ഒത്തിരി വലിയ പ്രാർത്ഥനയുടെ അനുഭവത്തിലൂടെ, ഒത്തിരി വലിയ ഒരു മോൾഡിങ്ങിന്റെ അവസ്ഥയിലൂടെ നമ്മളെ കൊണ്ടുപോയി ഒരു ദിവസങ്ങളായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഒരു തുടക്കം എന്ന് പറയുന്നത്, ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എന്റെയൊക്കെ ഒരു തുടക്കം എന്ന് പറയുന്നത്, ഇത്രയും നാൾ നിലനിൽക്കാനായിട്ട്, ഈ പ്രാർത്ഥനയിലായിട്ട് നിലനിൽക്കാനായിട്ട് ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ആ പദ്ധതി അനാദിയിലെ ഒരുക്കി വെച്ച പദ്ധതിയാണെങ്കിൽ, അന്ന് ദൈവം അവിടുന്ന് തൊട്ടിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് നീ ഇവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട് ഇവിടുന്ന് വന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്നു, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. വളരെ ശക്തമായിട്ട് നിന്ന, ഞാനൊക്കെ വരുമ്പോൾ വളരെ ശക്തമായിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. നമ്മളൊന്നൊന്നുമല്ല. അവരൊക്കെ ഇപ്പൊ എവിടെയാണെന്ന് നമുക്കറിയത്തില്ല. ഒത്തിരി ശക്തരായ ഒരുപാട് പേരുണ്ടായിരുന്നു. എവിടെയാണെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ അവിടുന്ന് അനാദിയിലെ പദ്ധതി ഒരുക്കി വെച്ചുകൊണ്ട് ഇവിടേക്ക് കൊണ്ടുവന്ന് ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും ഇവിടെ കർത്താവ് നിലനിൽക്കുവാനായിട്ട് അനുവദിച്ചെങ്കിൽ ദൈവത്തിന്റെ ഒരു പദ്ധതിയാണെന്ന് ഞാൻ വിശ്വസിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, സങ്കീർത്തന പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു, അടിത്തറ തകർന്നാൽ നീതിമാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. ദൈവം നമ്മളോടും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: അടിത്തറ തകർന്നു പോയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മള് ഇറ്റലിയിലെ പിസ്സാ ഗോപുരത്തെ പറ്റി കേട്ടിട്ടുണ്ട്. പിസ്സാ ഗോപുരത്തിന്റെ ഒരു പ്രത്യേകത അറിയാവോ? എന്താണ് പിസ്സാ ഗോപുരത്തിന്റെ പ്രത്യേകത? ചരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഗോപുരമാണ്. ചരിഞ്ഞ ഗോപുരമാണ് പിസ്സാ ഗോപുരം. അത് ഇപ്പോഴും ചരിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാ പറയുന്നത്. 20 ഇഞ്ചിന്റെ 20 വെച്ചിട്ട് ഇപ്പോഴും ചരിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാ പറയുന്നത്. അതായത് 179 അടി ഉയരമുള്ള പിസ്സാ ഗോപുരം 17 അടിയോളം എന്തോ ചരിഞ്ഞ് ആണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇടയ്ക്ക് വെച്ചിട്ട് എന്തോ അറ്റകുറ്റപ്പണി ചെയ്ത് അതുകൊണ്ട് മാത്രമാണ് അത് ഇപ്പോഴും തകരാതെ നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ അതെന്തുകൊണ്ടാണ് പിസ്സാ ഗോപുരം ഇപ്പോഴും ചരിഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ അടിത്തറ ബലമില്ലാത്തത് കൊണ്ടാണ്. അടിത്തറ ബലമില്ലാതെ ഏത് ഗോപുരമായാലും തകർന്നു പോകും എന്നുള്ളതാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ, ബൈബിളിൽ ഒന്ന് എടുക്കുകയാണെങ്കിൽ 7-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വചനങ്ങൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വചനങ്ങൾ. എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എന്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മൺപുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിന്റെ വീഴ്ച വലുതായിരുന്നു. ഇവിടെ 2 വ്യക്തികളെ നമ്മൾ കാണുന്നു. 2 തരം ഭവനങ്ങളും നമ്മൾ കാണുക. 2 വ്യക്തികൾ. ഒരാള്
പാറമേല് അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന വ്യക്തി. രണ്ടാമത്തെ വ്യക്തി മണൽപ്പുറത്ത് വളരെ പെട്ടെന്ന് ഭവനം കെട്ടിപ്പോക്കുന്ന വ്യക്തി. രണ്ടു തരം വ്യക്തികൾ, രണ്ടു തരം ഭവനങ്ങൾ, രണ്ടു തരം കോൺസിക്വൻസസ്, അതിന്റെ അനന്തര ഫലങ്ങൾ നമ്മൾ കാണും. വചനം വ്യക്തമായിട്ട് പറയുകയാണ്, രണ്ട് മനുഷ്യർ കെട്ടിപ്പൊക്കി, ആ ഭവനം മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റടിച്ചു, ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് തകർന്ന് നിലം പതിച്ചു, മറ്റത് അവിടെ ഉറച്ചു നിന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പസമയം നമുക്ക് നമ്മുടെ ഒരു അവസ്ഥയും ഒന്ന് ചിന്തിച്ചു നോക്കാം. ഏതവസ്ഥയിലാണ് നമ്മളുമായിരിക്കുന്നത്? നമ്മുടെ ഹൃദയങ്ങളെ ഏതവസ്ഥയിലാണ് നമ്മളും കെട്ടിപ്പൊക്കിയിരിക്കുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അനേകര് പ്രാർത്ഥനയ്ക്കായിട്ട് കൂട്ടായ്മയിലേക്ക് വരുന്നുണ്ട്, അനേകര് വരും. പക്ഷേ വചനം അവർ കേൾക്കുന്നു, വചനം അവർ സ്വീകരിക്കുന്നു, അവര് ഭവനം പണിയാനായിട്ട് തീരുമാനമെടുക്കുകയും ഭവനം പണിയുകയും ചെയ്യും. എന്നാൽ ചില ഭവനങ്ങൾ നിലനിൽക്കുന്നു, ചില ഭവനങ്ങൾ തകർന്ന് തരിപ്പണമായി പോകും. എവിടെയാ? പ്രശ്നങ്ങൾ വരുമ്പോ, കാറ്റടിക്കുമ്പോ, മഴ പെയ്യുമ്പോ അവിടെ ഒലിച്ചു പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മനുഷ്യർ രണ്ടും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് മനുഷ്യർക്കും തമ്മിൽ ചില സാമ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ രണ്ട് മനുഷ്യരും വചനം കേട്ടു, സുവിശേഷം കേൾക്കുവാനായിട്ട് പോയി. നല്ല കാര്യമാണ്, ഒരു പോസിറ്റീവാണ്. സുവിശേഷം കേൾക്കുവാനായിട്ട് രണ്ട് മനുഷ്യരും പോകുന്നുണ്ട്. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ നമുക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ സമയമില്ല, വചനത്തിന് പോകാൻ സമയമില്ല, പ്രാർത്ഥനയ്ക്ക് പോകാൻ സമയമില്ല, പള്ളിയിൽ പോകാൻ സമയമില്ല. 24 മണിക്കൂർ എന്നുള്ളതിന് 26 28 ആക്കി കിട്ടിയാൽ കുറച്ചുകൂടെ നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഓടുന്ന ഓട്ടത്തിലാണ്. അവിടെയാണ് കർത്താവ് രണ്ട് മനുഷ്യരെ കാണിച്ചു തരുന്നത്. രണ്ട് മനുഷ്യരും വചനത്തെ കേൾക്കുവാനായിട്ട്, വചനം സ്വീകരിക്കുവാനായിട്ട് കടന്നു വരുന്ന രണ്ട് മനുഷ്യർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ മനോഭാവം നമുക്കൊന്ന് ചിന്തിക്കാം. പ്രാർത്ഥനയ്ക്ക് വരാനായിട്ട് നമുക്ക് സമയമുണ്ട്, പള്ളിയിൽ പോകാനായിട്ട് നമുക്ക് ജീവിത വ്യഗ്രതയിൽ സമയം തികയാതുള്ള ഓട്ടത്തിലാണ് ഞാൻ. നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് ചിന്തിക്കേണ്ട സമയമാണ്. നമ്മുടെ സമയം തികയാതെ ഓട്ടത്തിലായിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള അലേർട്ടുകൾ വരും. ഇനി നിന്റെ സമയം മാറ്റി വെച്ചിട്ട് റൂമിനകത്ത് കയറിയിരുന്നുള്ള. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയങ്ങളൊക്കെ നമ്മുടെ ഓട്ടത്തെ പറ്റി ചിന്തിക്കേണ്ട സമയങ്ങൾ. എത്ര ഓടിയിട്ട് എന്താ? ഇപ്പൊ ഒന്ന് ഓടാൻ പറഞ്ഞ ഓടണമെങ്കിൽ മെസ്സേജ് കാത്തിരിക്കണം. സമയമില്ലാതെ ഓടിക്കൊണ്ട് നമ്മൾ ഇപ്പൊ ഒന്ന് ഓടണമെങ്കിൽ അലേർട്ട് മെസ്സേജ് കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രണ്ട് മനുഷ്യരും വചനം കേട്ടു, അവർ വചനം സ്വീകരിക്കുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിലും അനുകരിക്കാൻ പറ്റുന്ന കാര്യമാണിത്. ദൈവത്തിന്റെ വചനം രണ്ടുപേരും വിശ്വസിക്കുക, വിശ്വസിച്ചിട്ട് അവര് അതിന് തയ്യാറെടുക്കുക ഭവനം പണിയാനായിട്ട്. നമ്മളും ചിലപ്പോൾ പല ധ്യാന കേന്ദ്രത്തിനും ധ്യാനത്തിലും ഒക്കെ പോവും, വചനം കേൾക്കും, വചനം വിശ്വസിക്കും, എന്നിട്ട് പുറത്തിറങ്ങി ചിലര് പറയും ഈ ധ്യാനം അത്ര പോരായിരുന്നു, അച്ഛനത്ര ശരിയായില്ല, വചനപ്രഘോഷം ശരിയായില്ല. ഇതിനെ കുറ്റം പറഞ്ഞ് വചനം കേൾക്കുന്നു, വചനം സ്വീകരിക്കുന്നു, പുറത്തിറങ്ങിയിട്ട് ഇത് വരുമ്പോൾ ആരെങ്കിലും രോഗത്തിലേക്ക് വരുമ്പോൾ ആ വചനത്തെ ധ്യാനത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടും മറ്റുള്ള അല്ലെങ്കിൽ അത് ശരിയായില്ല ഇത് ശരിയായില്ല കമ്പാരിസൺ നടത്തിക്കൊണ്ടും പോകുന്ന വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഈശോ ഈ ഉപമയില് കൃത്യമായിട്ട് പറയാണ്, രണ്ടുപേരും ഈ വചനം കേട്ടു, വചനത്തിൽ വിശ്വസിച്ചു. ധ്യാനം നല്ലതായിരുന്നു, അവർക്ക് രണ്ടുപേർക്കും ധ്യാനം നല്ലതായിരുന്നു, ധ്യാന ഗുരുവും നല്ലതായിരുന്നു, സുവിശേഷ പ്രസംഗം നല്ലതായിരുന്നു. വീണ്ടും കർത്താവ് പറയാണ്, ഇവരുടെ വിശ്വാസം കർത്താവ് എടുത്തു കാണിക്കുകയാണ്. രണ്ടുപേരും കേട്ട വചനത്തിന്റെ അവർ വിശ്വസിക്കുന്നതിനെ കർത്താവ് എടുത്തു കാണിക്കുകയാണ്. തിരുവചനത്തിൽ പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ലെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമില്ലെന്ന് ദൈവത്തിന്റെ നമുക്കറിയാം. കർത്താവിന്റെ നമുക്ക് സന്തോഷം, ഈശോയ്ക്ക് സന്തോഷം ഉണ്ടാകണമെങ്കിൽ നമ്മൾ എത്രത്തോളം ദൈവത്തോട് ചേർന്നായിരിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ്. വിശ്വാസമില്ലാതെ ഈശോയെ സന്തോഷിപ്പിക്കുവാനായിട്ട്
നമുക്ക് സാധിക്കത്തില്ല. പലപ്പോഴും നമ്മുടെ വിശ്വാസം പല പ്രതിസന്ധി വരുമ്പോൾ തകർന്നു പോകുന്ന വിശ്വാസം, പല പ്രശ്നങ്ങൾ വരുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന വിശ്വാസമാണ്. ഈ ഒരു വിശ്വാസത്തെയാണ് ദൈവം ഇവിടെ എടുത്തു കാണിക്കുന്നത്. മൂന്നാമത്തെ സാമ്യം എന്ന് പറയുന്നത്, രണ്ടുപേരും ഭവനം പണിയാനായിട്ട് തീരുമാനമെടുക്കും. ഭവനം പണിയുന്നു. രണ്ടുപേർക്കും ആത്മീയ ധ്യാനം കഴിഞ്ഞു. അവർ ധ്യാനത്തിന് പോയി, ധ്യാനം കൂടി, വചനം കേട്ടു, വചനം വിശ്വസിച്ചു. വിശ്വസിച്ചതിന് ശേഷം രണ്ടുപേരും അവർ ആത്മീയ ജീവിതം നയിക്കണമെന്ന് തീരുമാനമെടുക്കുന്നു. രണ്ടുപേരും, നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ധ്യാനത്തിനൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും ഒരാഴ്ചത്തേക്ക് നമ്മൾ ഭയങ്കര ഭക്തിയായിരിക്കും. പള്ളിയിൽ ഫ്രണ്ടിലായിരിക്കും, പിന്നെ വീട്ടിൽ വന്ന കഥകടച്ചിട്ട് പ്രാർത്ഥനയായിരിക്കും, ഒരു കൊന്ത 4 കൊന്തയും ഒക്കെ ചെല്ലലായിരിക്കും, പള്ളിയിൽ ഏറ്റവും മുമ്പിലായിരിക്കും, കൈപൊക്കി സ്തുതിക്കും. പക്ഷെ ഒരാഴ്ച 10 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ പതുക്കെ 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 താന്നു പോകുന്ന അവസ്ഥ. നമ്മുടെ ജീവിതത്തിൽ എത്ര ധ്യാനങ്ങൾ നമ്മൾ കൂടിയിട്ടുണ്ട്. ആ ധ്യാനത്തിന്റെ ദിവസങ്ങളിലും അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ഒരാഴ്ച കാലമൊക്കെ ഈ ധ്യാനത്തിന്റെ അരൂപിയിൽ നമ്മൾ ഭയങ്കര അരൂപിയിലായിരുന്നു. പക്ഷെ അത് എത്രത്തോളം നമുക്ക് നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കുന്നു. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ സജീവ ശിലകൾ കൊണ്ടുള്ള ആത്മീയ ഭവനമായി വളർന്നു വരട്ടെ എന്ന് തിരുവചനം പറയും. നിങ്ങൾ സജീവ ശിലകൾ കൊണ്ടുള്ള ആത്മീയ ഭവനമായിട്ട് വളർന്നു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനുള്ള കല്ലുകൾ കൊണ്ട് നമ്മുടെ ഭവനത്തെ കെട്ടിപ്പൊക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ, ജീവനുള്ള കല്ലെന്ന് പറയുമ്പോൾ ജീവനുള്ള വചനം കൊണ്ട് നമ്മുടെ ഭവനത്തെ കെട്ടിപ്പടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഭവനം സുരക്ഷിതമായി നിൽക്കുമെന്ന് വിശ്വസിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയില്, ആത്മാവിന്റെ അഭിഷേകത്തില്, പരിശുദ്ധാത്മാവിന്റെ കൃപയില് ആയിരുന്നുകൊണ്ട് ഈ വചനത്തില് നമ്മൾ അടിയുറച്ചുകൊണ്ട് ഈ വചനത്തിന്റെ കല്ലുകൾ കൊണ്ട് നമ്മുടെ ഭവനം കെട്ടിപ്പൊക്കിയാല് നമുക്ക് വീണ്ടും ഇത് അടിസ്ഥാനമിട്ട് അനേകം കാലം ഈ വചനത്തിൽ നിലനിൽക്കുവാനായിട്ട്, ഈ ഭവനത്തിൽ നിലനിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ നമ്മൾ കാണുന്ന 2 ഭവനത്തിലും മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റടിച്ചു. എന്ത് സംഭവിച്ചു? ഒരാളുടെ ഭവനം തകർന്നുപോയി, മറ്റൊരാളുടെ ഭവനം പിടിച്ചു നിൽക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നമ്മളും ധ്യാനം കൂടി, വചനം കേട്ടു, വചനം സ്വീകരിച്ചു, വചനത്തെ വിശ്വസിച്ചു. ഇതാ വചനത്തിനനുസരിച്ചുള്ള ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ വചനത്തിനനുസരിച്ചുള്ള ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇതാ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരും, നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങൾ കടന്നു വരുന്നു, ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ കടന്നു വരുന്നു, തടസ്സങ്ങൾ കടന്നു വരുന്നു. പതുക്കെ പതുക്കെ പിന്നെ നമ്മുടെ ഫോക്കസ് മാറിപ്പോകുന്നു. പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ നഷ്ടപ്പെട്ട ജോലി വീണ്ടെടുക്കുക, അല്ലെങ്കിൽ വേറെ ജോലി കണ്ടുപിടിക്കുക, എങ്ങനെയെങ്കിലും എന്റെ രോഗം മാറുക. അതിന് ഇനി ആരെയൊക്കെ കണ്ട, ഏത് രോഗശാന്തി ഉള്ളവരെ കണ്ടാൽ, അല്ലെങ്കിൽ ഏത് കൗൺസിലിംഗറെ കണ്ടാൽ എന്റെ രോഗം മാറും, ഏത് മെസ്സേജ് കിട്ടിയാൽ എന്റെ ജോലി ശരിയാകും, അതിന്റെ പുറകെയുള്ള ഓട്ടത്തിലാണ് നമ്മുടെ ഫോക്കസ്. പതുക്കെ 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 മാറാൻ തുടങ്ങും. പിസ്സാഗോപുരം പതുക്കെ പതുക്കെ ചരിയാൻ തുടങ്ങും. പതുക്കെ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങുന്നു, ഗോപുരം ചരിയാൻ തുടങ്ങുന്നു. നമ്മുടെ ഒറ്റയടിക്ക് പിശാച് നമ്മുടെ ഗോപുരത്തെ തകർക്കത്തില്ല, ഒറ്റയടിക്ക് തകർക്കത്തില്ല. അവനറിയാം എങ്ങനെ നമ്മുടെ ജീവിതത്തെ കർത്താവിന്റെ ഫോക്കസിൽ നിന്നും മാറ്റി പതുക്കെ പതുക്കെ ചരിച്ചു കൊണ്ടുവരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രതിസന്ധികൾ വരും, 1 വരും, 2 വരും, 3 വരും. ഒരു പ്രതിസന്ധി വന്നു, അവിടെ ചെറുതായിട്ടൊന്ന് അനങ്ങി, ഞാൻ എന്നാലും വിട്ടുപോയിട്ടില്ല. രണ്ടാമത്തെ വന്നു, ഒന്നുകൂടെ ചെറുതായിട്ട് ചരിഞ്ഞു. അപ്പോഴും ഞാൻ ബലം പിടിച്ചു നിൽക്കും, ഞാൻ കർത്താവിലാണ്, ഞാൻ കർത്താവിലാണ്. പക്ഷെ എന്റെ ജീവിതത്തിൽ ചരിയുന്നത് നമ്മൾ പോലും അറിയാതെ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം പിസ്സാ ഗോപുരം ചരിഞ്ഞതുപോലെ ഇതിന്റെ ഒരു അല്പം, ഒരു ശതമാനം മാത്രമേ ചരിയുന്നുള്ളൂ. ആ ചരിവ് നമ്മൾ അറിയുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. വർഷങ്ങൾ കൊണ്ട് 1, 2, 3 തകർച്ചകൾ, പ്രതിസന്ധികൾ വരുമ്പോ പതുക്കെ 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 നമ്മുടെ മുഖം, നമ്മുടെ കർത്താവിന്റെ മുഖത്തിൽ നിന്നും നമ്മുടെ ഫോക്കസ് പതുക്കെ പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പോലും അറിയാതെ സാത്താൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന അവസ്ഥകളാണ് ഇതൊക്കെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതിന് എന്താണ് ഇതിന് കാരണമെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ അടിസ്ഥാനം
അടിസ്ഥാനം പാറമേല്, വചനമാകുന്ന പാറമേല്, പരിശുദ്ധാത്മാവാകുന്ന ശിലയില് നമ്മുടെ അടിസ്ഥാനം ഉണ്ടെങ്കിൽ എത്ര പിടിച്ചാലും നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ബുർജ് ഖലീഫയൊക്കെ അതിന്റെ അടിയിൽ എന്തോ സ്പ്രിംഗ് ഒക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അല്ലെ? അങ്ങനെ എന്തോ കേട്ടിട്ടുണ്ട്. കാറ്റടിച്ചാലും ഇതിന് ചെറിയ എന്തോ അനക്കം സംഭവിക്കും, ഇത് നേരെ നിൽക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അതിന്റെ അടിയിൽ അങ്ങനെ എന്തോ ഒരു സിസ്റ്റം ആണെന്നാണ് കേട്ടിട്ടുള്ളത്. ഇതുപോലെ നിൽക്കും നമ്മുടെ ഗോപുരങ്ങളും. ചരിയില്ല, കാറ്റടിക്കും, അനങ്ങും, നമ്മൾ പോലും അറിയില്ല അനങ്ങുന്നത്. പക്ഷെ തിരിച്ച് ലക്ഷ്യസ്ഥാനത്ത്, നേരസ്ഥാനത്ത് നിൽക്കും. ഹല്ലേലൂയ. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കേണ്ടത്. കാറ്റടിക്കും, പ്രതിസന്ധി ഉണ്ടാകും, ആടും. വീണ്ടും വചനത്തില്, കൂദാശകളില്, വിശുദ്ധ കുർബാനയില് എന്റെ ജീവിതത്തെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തിരിച്ച് ലക്ഷ്യസ്ഥാനത്ത് നിന്ന് കർത്താവിനും അഭിമുഖമായിട്ട് എന്നെ കൊണ്ട് നിർത്തുവാനായിട്ട് എന്റെ ഈശോയ്ക്ക് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും നമ്മൾ കാണുന്നത് അടുത്തത് രണ്ടാമത്തെ വ്യക്തി പണിതത്. ആദ്യത്തെ വ്യക്തി പണിതത് അവിടെ കൊണ്ടത് അത് എന്താണ് സംഭവിച്ചത്? അവിടെ അടിസ്ഥാനം നമ്മൾ പോലും അറിയാതെ അത് ഒഴുകി പോകുന്ന മണലില് പണിതത് ചലിക്കുന്നു, മാറിപ്പോകുന്നു. കാറ്റടിച്ചു, മഴ പെയ്യുമ്പോൾ നമ്മൾ പോലും അറിയാതെ അടിത്തറ കൊണ്ട് കുത്തിയലിച്ചു വന്നു. മോളങ്ങനെ നിൽക്കും. അടിത്തറ കൊണ്ട് മറിയുമ്പോൾ അവസാനം വരുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് മറിയുമ്പോൾ മാത്രമേ നമ്മൾ അറിയത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കോരിന്തോസ് 10-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ആ ശില ക്രിസ്തുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവാകുന്ന ശിലമേല് ഞാൻ പണിതിട്ടുണ്ടെങ്കിൽ എത്ര കാറ്റടിച്ചാലും, എത്ര മഴ പെയ്താലും, എത്ര ശക്തമായ ഒഴുക്ക് സംഭവിച്ചാലും എന്റെ ശില ക്രിസ്തുവാണെങ്കിൽ ആ ശില സജീവ ശിലയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കോരിന്തോസ് ഒന്ന് എടുത്ത് വായിക്കാം. 1 കോരിന്തോസ് 3-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. 1 കോരിന്തോസ് 3-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. അതിനു പുറമെ മറ്റൊന്ന് സ്ഥാപിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഈ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ രത്നങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിതാലും ഓരോരുത്തരുടെയും പണി പരസ്യമാകും. കർത്താവിന്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും. അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. ഓരോരുത്തരുടെയും പണി ഏത് തരത്തിലുള്ളതെന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും. ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാണ്. ആരുടെ പണി അഗ്നിക്കിരയാക്കുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും. എങ്കിലും അഗ്നിയിലൂടെന്ന വണ്ണം അവൻ രക്ഷ പ്രാപിക്കും. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. ആലയം ഒന്നുകൂടെ ഒന്ന് പറയുമോ? രണ്ട് ആലയങ്ങളാണെന്നോ? അത് ഒന്ന് അഗ്നിയിലും, അത് നമ്മൾ ആലയം പണിതു എവിടെയാ? സ്വർണം കൊണ്ടും തടി കൊണ്ടും വൈക്കോല് കൊണ്ടും പുല്ല് കൊണ്ടും ഒക്കെ ആലയം പണിതു. അവിടെ തടസ്സങ്ങൾ വരുമ്പോ, പ്രതിസന്ധികൾ വരുമ്പോ ശക്തമായിട്ട് സ്വർണം കൊണ്ടും തടി കൊണ്ടും ഒക്കെ പണിത് ആലയങ്ങൾ അവിടെ നിൽക്കും. അവിടെ അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുമ്പോ ഈ ആലയങ്ങളൊക്കെ വീണ്ടും ശുദ്ധിയുള്ളതായിട്ട്, തിളക്കമുള്ളതായിട്ട് മാറും. ഹല്ലേലൂയ. അതിനും കൃത്യമായിട്ട് പറയാണ്, അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുമ്പോ വചനം ഭക്ഷിച്ചിട്ട് ആ വചനത്തിൽ പണിത ആലയങ്ങള് ശുദ്ധിയായി അവിടെ നിലനിൽക്കുമെന്ന്, തിളക്കത്തോടെ നിലനിൽക്കുമെന്ന്. എന്നാല് ഈ വചനത്തിന്റെ അടിത്തറയിൽ അല്ലാതെ പണിത ഭവനങ്ങള് അഗ്നിക്കിരയായിട്ട് നശിച്ചു പോകുന്നു. വചനത്തിന്റെ അവസാന ഭാഗം ഒന്നുകൂടെ ഒന്ന് വായിക്കൂ. അവസാന ഭാഗത്തിൽ അതിനൊരു എക്സ്ക്യൂസും കൂടെ പറഞ്ഞു തരുന്നുണ്ട് കർത്താവ്. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. അതെ, അതിനു മുന്നേ ആയിട്ട് പറയുന്നുണ്ട്, ഓരോരുത്തരുടെയും പണി ഏത് തരത്തിലുള്ളതെന്ന് അഗ്നി തെളിയും. ഓരോരുത്തരുടെയും പണി പരസ്യമാകും. കർത്താവിന്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും. അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. ഓരോരുത്തരുടെയും പണി
ഏത് തരത്തിലുള്ളതെന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും. ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും. പിന്നീട് നമുക്കറിയാം, നമ്മള് ചില സമയത്ത് നമുക്കും നമ്മുടെ ജീവിതത്തിലും തെറ്റുകൾ, കുറവുകൾ വരും, പ്രശ്നങ്ങൾ വരും, പ്രതിസന്ധികൾ വരും. നമ്മൾ എന്നാല് ഇവിടെ വീണ്ടും നമുക്കൊരു എക്സ്ക്യൂസ് പറയുകയാണ്, ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും. എന്നിട്ട് ഒരു ക്ലോസും കൂടെ കർത്താവ് പറഞ്ഞു നോക്കിയ, എങ്കിലും അഗ്നിയിലൂടെ എന്ന് വേണം അവൻ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. സഹോദരങ്ങളെ, എന്റെ ജീവിതത്തിലും പ്രതിസന്ധികൾ വരുമ്പോ, ഞാനും വീണു പോയിട്ടുണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ വരുമ്പോ, ലോകത്തിന്റെ ആയിട്ടുള്ള ഇതിൽ ഞാൻ വീണു പോയിട്ടുണ്ടെങ്കിൽ, എന്റെ ഭവനത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അഗ്നി വന്നപ്പോ എന്റെ ഭവനവും തകർന്നു പോയിട്ടുണ്ടെങ്കിൽ, പൂർണ്ണമായിട്ട് തകരാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൂർണ്ണമായിട്ട് തകരാനായിട്ട് എന്റെ ഭവനം, കാരണം അടിത്തറ ഞാൻ പണിതിട്ടുണ്ട്. എന്നാല് എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നപ്പോ, അല്ലെങ്കിൽ തടസ്സങ്ങൾ വന്നപ്പോ, ഞാൻ പല സമയങ്ങൾ വന്നപ്പോ അവിടെ നിന്നൊക്കെ ഞാൻ മാറിപ്പോയിട്ടുണ്ടെങ്കിലും കർത്താവ് പറയുന്നു, അഗ്നിക്കിരയായി നഷ്ടം നിനക്ക് സഹിക്കേണ്ടി വരും, വില നീ കൊടുക്കേണ്ടി വരും. ഹല്ലേലൂയ. വില നീ കൊടുക്കേണ്ടി വരും. ഈ വില കൊടുത്തു നീ നിന്നാൽ അവസാനം കർത്താവ് പറയാണ്, ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും, എങ്കിലും അഗ്നിയിലൂടെ എന്ന വണ്ണം അവൻ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്നുണ്ടോ? ഇതാ അഗ്നിയിലൂടെ നിന്നെ രക്ഷപ്പെടുത്താൻ കർത്താവ് നിൽക്കുക. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്നുണ്ടോ? രോഗങ്ങൾ വരുന്നുണ്ടോ? തടസ്സങ്ങൾ വരുന്നുണ്ടോ? അഗ്നിയിലൂടെ നീ രക്ഷപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ മുന്തിരിച്ചെടിയെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ വെട്ടിമാറ്റപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കൂടുതൽ ഫലം കായ്ക്കുന്നതിന് വേണ്ടി വെട്ടിമാറ്റപ്പെടുമെന്നാ പറഞ്ഞത്. ഈ വെട്ടിമാറ്റപ്പെടുന്ന അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ തിരുവചനം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്, അഗ്നിയിലൂടെ എന്ന വണ്ണം അവൻ രക്ഷ പ്രാപിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു. എടുക്കോ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 15:16. അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദ അമൃതമായി, എന്റെ ഹൃദയത്തിന് സന്തോഷവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദ അമൃതമായി, എന്റെ ഹൃദയത്തിന് സന്തോഷവും. ഹല്ലേലൂയ. ഈ വചനം ഭക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഈ വചനം സ്വീകരിക്കുന്നതിനായിട്ടാണ് ഇത്രയും കാലം നമ്മളെ ഓരോ പ്രാർത്ഥന കൂട്ടായ്മയിലേക്കും വചനത്തിലേക്ക് നമ്മളെ കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ 17-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കും. ഉല്ലാസ ജീവിതം നയിക്കുന്നവരോട് ഞാൻ സഹവസിക്കുകയോ അവരോടൊത്ത് സന്തോഷിക്കുകയോ ചെയ്തില്ല. അങ്ങയുടെ കരം എന്റെ മേലും ഉണ്ടായിരിക്കുന്നത് കൊണ്ട് ഞാൻ ഏകാഗിയായി കഴിഞ്ഞു. അമർഷം കൊണ്ട് അങ്ങ് എന്നെ നിറച്ചിരുന്നു. എന്താണ് എന്റെ ദൈവത്തിന്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ച ഒരു വ്യക്തി കൊടുക്കുന്ന വിലയെ പറ്റിയാണ് ഇതിനെ തുടർന്ന് പറയുന്നത്. 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവങ്ങളുടെ വചനം കണ്ടെത്തി ഞാൻ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദ അമൃതമായി, ഹൃദയത്തിൽ സന്തോഷവും നൽകി എന്ന് പറയും. ആ വചനം കണ്ടെത്തി ഭക്ഷിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ആ വ്യക്തി കൊടുക്കുന്ന വിലയെ പറ്റിയാണ് തുടർന്നുള്ള വാക്യങ്ങൾ പറയുന്നത്. ഞാൻ ഉല്ലാസ ജീവിതം നയിക്കുന്നവരോട് സഹവസിക്കുകയോ അവരോടൊത്ത് സന്തോഷിക്കുകയോ ചെയ്തില്ല. അങ്ങയുടെ കരം എന്റെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഏകാഗിയായി കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും ഈ ദുബായില് തിരക്കിട്ട ജീവിതത്തില് എല്ലാം നമുക്ക് നമ്മുടെ വചനം കണ്ടെത്തി ഭക്ഷിച്ചു കഴിഞ്ഞപ്പോ ഇന്നത്തെ ദിവസം നമുക്കും നമ്മുടെ ഔട്ടിങ്ങിനും പല കാര്യങ്ങൾക്കും നമ്മുടെ ലോകത്തിന്റെ കാര്യങ്ങൾക്കൊക്കെ പോകാമായി. എന്നാൽ ഈ വചനം കണ്ടെത്തി ഭക്ഷിച്ചു കഴിഞ്ഞ വ്യക്തി കൊടുക്കേണ്ട വിലയെ പറ്റി കൃത്യമായിട്ട് വചനം നമുക്ക് പറഞ്ഞു തരികയും തിരുവചനത്തിലൂടെ അവൻ ഏകാഗിയായിരുന്നു. ഉല്ലാസങ്ങളിൽ നിന്നും കുറച്ച് മാറി നിന്നും, ലോകത്തിന്റെ സുഖഭോഗങ്ങളിൽ നിന്നും, ലോകത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ നിന്നും, അവിടെ നടക്കുന്ന ബഹളങ്ങളിൽ നിന്നൊക്കെ അല്പം ഒന്ന് മാറി നിന്നു. എന്നിട്ട് ഞാൻ ഇവരോട് കൂടെ സഹവസിക്കുകയോ ചെയ്തില്ല. മാറി നിന്നിട്ട് എന്റെ ദൈവജനത്തിന്റെ കൂടെ ഞാൻ അല്പസമയം മാറി നിന്ന് ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്റെ ജീവിതത്തെ ചെലവഴിക്കുമ്പോൾ ആ വചനത്തിന്റെ വിലയെ പറ്റി അവിടെ പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാന്
എൻ്റെ അനുഭവം ഞാൻ ആദ്യം വന്ന സമയത്ത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറച്ചു നാള് കഴിഞ്ഞപ്പോൾ ജോലി കിട്ടി കഴിഞ്ഞ് അന്നത്തെ കാലത്ത് ഇങ്ങനെ നമ്മൾ ജോലി കിട്ടിയാലും വിസിറ്റ് വിസയിൽ കുറേ നാൾ നമ്മൾ നിർത്തും. 2 മാസം, ഓരോ 2 മാസം കൂടുമ്പോഴും വിസ ചേഞ്ച് ചെയ്യും. നമ്മൾ ഒന്നുകിൽ ഒമാനില് അല്ലെങ്കിൽ ഫിഷിൽ ഇങ്ങനെ പോയിട്ട് വിസ ചേഞ്ച് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് വിസ കിട്ടും. അങ്ങനെ ഞാനും കുറെ കാലം, ഏകദേശം 1 വർഷത്തോളം 2 മാസം വിസിറ്റ് വിസ ചേഞ്ച് ചെയ്ത്, ജോലിയുണ്ട്, കമ്പനി തന്നെ വിസിറ്റ് വിസ എടുത്ത് തരും. അങ്ങനെ ചേഞ്ച് ചെയ്ത് നിന്നു, വിസ ആകുന്നില്ല. അങ്ങനെ നിന്നപ്പോ വേറൊരു ജോലി കിട്ടി. അപ്പൊ അന്ന് ആ ജോലിക്ക് മാറാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഇന്റർവ്യൂ ചെയ്ത് ജോലി കിട്ടിയിട്ട് അപ്പൊ എനിക്ക് ഇവിടുന്ന് എന്നെ വിടത്തില്ല. അതുകൊണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നാട്ടിൽ പോവാന്ന് പറഞ്ഞു. ഞാൻ ജോലി അങ്ങനെ നാട്ടിൽ പോവാണെന്ന് പറഞ്ഞ് ജോലി അവസാനിപ്പിച്ചു. പക്ഷെ അവസാനിപ്പിച്ചിട്ട് കമ്പനിയുടെ അക്കോമഡേഷൻ ഉണ്ടായിരുന്നു. അക്കോമഡേഷന് ബാഗൊക്കെ എടുത്ത് നേരെ സഞ്ജയന്റെ അവിടേക്ക് വന്നു. അവിടെ നിന്നു. പിന്നെ മറ്റു പുതിയ സ്ഥലത്ത് ജോലിക്ക് കയറിയിട്ട് അപ്പൊ ഞാൻ നാട്ടിൽ പോയതാണ് പഴയ കമ്പനിയിൽ പറഞ്ഞത്. കയറിയിട്ട് അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് ആ വിസയിലാണല്ലോ ഞാൻ, അവരുടെ വിസിറ്റ് വിസയിലാണല്ലോ നിൽക്കുന്നത്, പെട്ടെന്ന് എനിക്ക് വിസ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എക്സിറ്റ് ആയി എന്ന് വിചാരിച്ചതാണ് അവര്. അപ്പൊ എനിക്ക് ആ വിസയിൽ നിന്ന് മാറണം എന്ന് പറഞ്ഞു. അപ്പൊ ആ പുതിയ കമ്പനി പറഞ്ഞു, ശരി, എംപ്ലോയ്മെന്റ് വിസ ആകാൻ സമയമെടുക്കും, അതുകൊണ്ട് പെട്ടെന്ന് ഒരു വിസിറ്റ് വിസയിൽ അവർ കമ്പനി തന്നെ തരാമെന്ന് പറഞ്ഞു. വിസിറ്റ് വിസയിൽ മാറാമെന്ന് പറഞ്ഞു. ഞാൻ നേരെ വിസ ചേഞ്ച് ചെയ്യാനായിട്ട് കിഷിലേക്ക് പോയി. ഇറാനില് കിഷിലേക്ക് പോയി. അവിടെ ചെന്ന് 1 ദിവസം നിന്നു. അവിടുത്തെ വിസ ചേഞ്ച് പോയിട്ടുള്ളവർക്ക് അറിയാം അവിടുത്തെ അക്കോമഡേഷൻ ഒക്കെ എങ്ങനെയാണ്. വിസ 2ാമത്തെ ദിവസം പോയി അവിടെ റിസപ്ഷനിൽ പോയി തിരക്കി, വിസ വന്നിട്ടില്ല. 3ാമത്തെ ദിവസം പോയി നോക്കി, വിസ വന്നിട്ടില്ല. അപ്പോ കമ്പനിയെ വിളിക്കുമ്പോൾ അവർ പറയുന്നത്, നമ്മൾ അപ്ലൈ ചെയ്യുന്നു, വിസ അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷെ റിജക്റ്റ് ആവുകയാണ്. 1 പ്രാവശ്യം അപ്ലൈ ചെയ്തു, റിജക്റ്റ് ആയി. 2ാമത്തെ ദിവസം അപ്ലൈ ചെയ്തു, റിജക്റ്റ് ആയി. 3ാമത്തെ പ്രാവശ്യവും അപ്ലൈ ചെയ്തു, റിജക്റ്റ് ആയി. ആ കമ്പനിയുടെ സ്പോൺസർ എമിഗ്രേഷനിലെ എന്തോ ആളായിരുന്നു. എമിഗ്രേഷനിൽ പോയി തിരക്കി 3 ദിവസം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് എമിഗ്രേഷനിൽ പോയി തിരക്കിയപ്പോഴാണ് അറിയുന്നത്, എന്റെ പഴയ കമ്പനി എന്നെ വിടാതിരിക്കാൻ വേണ്ടി ഞാൻ എക്സിറ്റ് ആയ ഉടനെ അവരെന്റെ എംപ്ലോയ്മെന്റ് വിസ എടുത്തിട്ട് ഫയലിൽ വെച്ചേക്കാണ്. എന്റെ എംപ്ലോയ്മെന്റ് വിസ എടുത്ത് അവർ ഫയലിൽ വെച്ചേക്കാണ്. അതുകൊണ്ട് എനിക്ക് ഇനി ഒരു വിസയും കിട്ടത്തില്ല. അപ്പൊ ഞാൻ ഈ കമ്പനിയിൽ വിളിച്ചു, PR വിളിച്ചു, ഈ പുതിയ കമ്പനിയിൽ PR വിളിച്ചു. അവരോട് ചോദിക്കുമ്പോൾ 5 ദിവസമായി വന്നിട്ട് കിഷില്. അവിടെ ഇപ്പൊ നടക്കുന്ന ഇറാന്റെ മണ്ണിൽ എന്റെ കണ്ണുനീരും നിലവിളിയും കുറെ വീണതാണ് മരുഭൂമിയിൽ. അവിടെ ചോദിക്കുമ്പോ പറയുന്ന ഒറ്റ ഇതേ ഉള്ളൂ, നിനക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നിനക്ക് ഇനിയിപ്പോ ചെയ്യാൻ പറ്റുന്ന ആ ഒരു വിസ എടുത്ത് അവരെ വിളിച്ച് അവരെടുത്ത് ലേലു അല്ലു മാപ്പ് പറഞ്ഞിട്ട് അവിടെ പോയി വീണ്ടും ജോയിൻ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ ഓപ്ഷൻ, 2ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, നീ കിഷിയിൽ നിന്ന് വരുമ്പോഴേക്കും ദുബായ് എയർപോർട്ടിൽ വരുമ്പോൾ നിന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ എയർപോർട്ടിൽ തരാം, നേരെ നാട്ടിൽ കയറി പോവുക. ഈ 2 അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പൊ ഞാനിപ്പം ശനിയേട്ടനെ വിളിച്ചു. അവിടെ നിന്ന് ഫോൺ വിളിക്കാനൊക്കെ പാടാണ്. നമ്മൾ കുറേ ദൂരം നടന്നു പോയിട്ട് അവിടുന്ന്, കാരണം ആ ഹോട്ടലിൽ നിന്ന് ഫോൺ വിളിക്കണമെങ്കിൽ ഭയങ്കര ചാർജാണ്. അപ്പൊ കുറേ ദൂരം നടന്നു പോയിട്ട് 1 മണിക്കൂർ അല്ല 1 മിനിറ്റിന് 1 ദിർഹംസ് കുറച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഫോൺ വിളിക്കുന്നത്. അപ്പൊ വളരെ ഷോർട്ടായിട്ടേ സംസാരിക്കാൻ പറ്റും. സഞ്ജയനെ വിളിച്ച് കാര്യം പറഞ്ഞു. അന്ന് മൊബൈലില്ല, അല്ല മൊബൈലുണ്ട്, മൊബൈൽ കിട്ടില്ല. പക്ഷെ സഞ്ജയനെ വിളിച്ച് കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പലരെയും വിളിക്കുകയാണ്. ഒന്നും ഒരു രക്ഷയില്ല. ഈ 2 ഓപ്ഷൻ അല്ലാതെ ഒരു ഓപ്ഷൻ ഇല്ല. കാരണം വിസിറ്റ് വിസ അവരെടുത്ത് വെച്ചേക്കാണ്. അല്ല സോറി, എംപ്ലോയ്മെന്റ് വിസ. ഒന്നുകിൽ പഴയ കമ്പനി ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ എയർപോർട്ടിൽ വരുമ്പോൾ നേരെ സാധനം പാക്ക് ചെയ്ത് വരും, കയറി പോവുക. പിന്നെ ദുബായിലോട്ട് വരാൻ പറ്റത്തില്ല. നമ്മുടെ ദുബായ് ജീവിതം അവസാനിച്ചു. പിന്നെ അവിടെ നമ്മുടെ ഗ്രൂപ്പിലുള്ളവരെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഈ പറഞ്ഞ പോലെ ഇറാന്റെ മണ്ണിൽ കണ്ണുനീര് വീഴ്ത്തി ഞാനും പ്രാർത്ഥിച്ചു കുറെ. ആ പ്രാർത്ഥന ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് ഞാൻ തീരുമാനമെടുത്ത് എന്തായാലും ആ പഴയ കമ്പനിയിൽ വിളിക്കാം. അങ്ങനെ പഴയ കമ്പനിയിൽ വിളിച്ചു. ഞാൻ നാട്ടിലാണെന്നാണ് അവർ വിചാരിക്കുന്നത്. പഴയ കമ്പനിയിൽ വിളിച്ചപ്പോ അവര് പറഞ്ഞു, അതിനെന്താ കയറിപ്പോരെ, നിന്റെ വിസ ഉണ്ട്, നീ കയറിപ്പോ, നമ്മുടെ ജോലി ചെയ്തു എന്ന് പറഞ്ഞു, ഒരു പ്രശ്നമില്ല. അങ്ങനെ അപ്പൊ ഇനി വിസ ഡെപ്പോസിറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ അന്ന് ഈ ടെർമിനൽ 2 നാട്ടിൽ നിന്നുള്ള ഫ്ലൈറ്റ് ഇല്ല, ടെർമിനൽ 1 ടെർമിനൽ 2 വരുന്ന ഫ്ലൈറ്റുകൾ ഈ വിസ ചേഞ്ചിന്റെ ഫ്ലൈറ്റുകളേ ഉള്ളൂ. ഇനി അന്ന് ഈ പിങ്ക് വിസ എന്ന് പറയുന്ന ഒരു വിസയാണ്.
ഈ വിസ അല്ല, അത് ഡെപ്പോസിറ്റ് ചെയ്യണം. ഇനി ഞാൻ നാട്ടിൽ നിന്നാണ് വരുന്നതെന്നാണ് അവിടെ പറയുന്നത്, കമ്പനിയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നാട്ടിൽ നിന്നാണെങ്കിൽ അവർ ടെർമിനൽ 1 ഡെപ്പോസിറ്റ് ചെയ്തു, 2 ഡെപ്പോസിറ്റ് ചെയ്യില്ല. ഞാൻ കൃഷിയിൽ നിന്ന് വരുമ്പോൾ ടെർമിനൽ 2 വരുന്നത്. അങ്ങനെ വന്നപ്പോൾ പിന്നെ ഞാൻ റിസർവേഷൻ ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത് അവിടെ ഹോട്ടലിൽ. അവിടെ റിസർവേഷനിലാണ് ഈ വിസ ഫയലുകളെല്ലാം സൂക്ഷിക്കുന്നത്. അപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഈ വിസ ഇന്ന ഡ്രൈവറുടെ കയ്യിൽ കൊടുത്തിട്ട് ഡ്രൈവറോട് പറയാൻ ടെർമിനൽ 2 ഡെപ്പോസിറ്റ് ചെയ്യാൻ പറയാം. അങ്ങനെ ഡ്രൈവറെ കൊണ്ട് ടെർമിനൽ 2 ഡെപ്പോസിറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ വന്നു. വീണ്ടും എന്താണ് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടുന്ന് എക്സിറ്റ് ആവുന്നത്, ഞാൻ ഇവിടുന്ന് ജോലി കിട്ടിയ കാര്യം ഒരു മലയാളി PR ഉണ്ടായിരുന്നു. ആ PR-ഓട് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ജോലി കിട്ടി, അതുകൊണ്ട് എന്റെ എംപ്ലോയ്മെന്റ് വിസ, കാരണം ഞാൻ സർട്ടിഫിക്കറ്റ് അവരുടെ കോപ്പിയെല്ലാം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു, എംപ്ലോയ്മെന്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യരുത്, ജോലി കിട്ടി ഞാൻ വേറെ ജോലിക്ക് പോവാണെന്ന് പറഞ്ഞു. പക്ഷെ ഇയാളെല്ലാം ഓക്കെ പറഞ്ഞിട്ട് ഇയാൾ മാനേജ്മെന്റിനോട് പറഞ്ഞു, ഞാൻ എക്സിറ്റ് ആയ ഉടനെ എന്റെ വിസ എടുത്ത് ഇവരെ ചെയ്തതാണ്. ഇയാൾ ചെയ്ത പണിയാണ്. പിന്നെ തിരിച്ചു വന്നു, ഞാൻ അവിടെ ജോലി ചെയ്തു, ഇയാളെ കാണുന്നുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ അവിടെ ജോലി ചെയ്തു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഈ PR നാട്ടിൽ പോയിട്ട് തിരിച്ചു വരാൻ പറ്റിയില്ല. കാരണം ഇയാൾ ഇവിടെ കാണിച്ച തട്ടിപ്പുകൾ കമ്പനി മനസ്സിലാക്കിയിട്ട് ഇയാളെ ബാൻ ചെയ്തു. ഇയാൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കമ്പനി അകത്താക്കുന്നു. പിന്നെ ഇയാൾ വരാൻ പറ്റാതെ. അങ്ങനെ ഞാൻ ഈ വിസ ഡെപ്പോസിറ്റ് ചെയ്യിപ്പിച്ചു. ഞാൻ എയർപോർട്ടിൽ വന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഉച്ച കഴിഞ്ഞു, ഉച്ചയായപ്പോൾ സഞ്ജയനോട് വന്നു. എന്നിട്ട് ആ കുറെ ദിവസത്തെ ക്ഷീണവും എല്ലാം കൊണ്ട് വന്നു കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി ഉറങ്ങിയിട്ട് അപ്പൊ എന്റെ മനസ്സിൽ മൊത്തം ഇയാളുള്ള വൈരാഗ്യം ഇതാണ്. ഇയാൾ എന്നാൽ ഇത് പ്രത്യേകിച്ച് പണി നമ്മൾ അത്രയും, കാരണം PR-ഒ ആണ്, റിസർവേഷന് ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ഇയാൾക്കുള്ള വിസയുടെ കാര്യങ്ങളെല്ലാം ഇതെല്ലാം ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നതും എല്ലാം ഞാൻ തന്നെയാണ്. എന്നിട്ട് ഇത്രയും അടുപ്പം ഉണ്ടായിട്ട് ഇയാൾ എന്നോട് ഇത് ചെയ്യുന്നു പറഞ്ഞാൽ അത്രയും ദേഷ്യവും വൈരാഗ്യം മാത്രമാണ് ഞാൻ ഇതുപോലെ കാലം എത്തുമ്പോൾ എന്റെ മനസ്സിലുള്ളത്. ഈ വൈരാഗ്യത്തോടെ വന്നു ഞാൻ വന്നിട്ട് ഉറങ്ങി എഴുന്നേറ്റിട്ട് ഞാനിങ്ങനെ ഉറക്കമെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ഹാളിൽ എന്റെ മുമ്പിൽ ഒരാളിരിക്കുന്നു. വേറെ ആരുമല്ല, ഈ സാബു ആറുതൊട്ടിയിൽ ബ്രദർ. ഹല്ലേലൂയ. ഈ സാബു ആറുതൊട്ടിയിൽ ബ്രദർ 14:32 എന്റെ മുന്നിൽ ഇരിക്കുക. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം സാബു ആറുതൊട്ടിയിൽ ബ്രദറിനെ അന്ന് ഞാൻ കണ്ടിട്ട് പിന്നെ ആ കാര്യം വിട്ടു. ഏതാ 1.5 വർഷം മുന്നേ, ഒരു വർഷം മുന്നേ കണ്ടിട്ട് ആ കാര്യം വിട്ടു. ആ സാബു ആറുതൊട്ടിയിൽ ബ്രദർ എന്റെ മുന്നിൽ ഇരിക്കുക. കർത്താവ് കൊണ്ട് ഞാൻ വിചാരിച്ചത് എന്താ സംഭവിച്ചത്. അപ്പോഴാ പറഞ്ഞത് പുള്ളിപ്പം ഇന്ന് നാട്ടിൽ നിന്ന് വന്നതാണ്, രാവിലെ വന്നതാണ്, നീ ഉറങ്ങിയാണ്ട് വന്നവളായിട്ട് പറയാത്തതാണ് സഞ്ജയൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുള്ളിയായിട്ട് കുറെ സംസാരിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. പുള്ളിക്ക് എന്നെ അറിയത്തില്ല. അത് അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അറിഞ്ഞു. അങ്ങനെ വർത്താനം പറഞ്ഞു. ഞങ്ങൾ കുറെ നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു, നീ ആളോട് ക്ഷമിക്കണം, ഇതും വെച്ചൊന്നും നീ ഇരിക്കരുത്. കാരണം ഇത് ദൈവത്തിന് നിന്റെ പദ്ധതി ഇല്ലെങ്കിൽ നീ ഇവിടെ വരത്തില്ലായിരുന്നു, അല്ലെങ്കിൽ നിന്നെ ഇവിടെ കൊണ്ടുവരത്തില്ല. നീ നാട്ടിൽ പോയിരുന്നെങ്കിൽ എന്തായിരുന്നതിന്റെ അവസ്ഥ, എയർപോർട്ടിൽ നിന്ന് സാധനം തന്നിട്ട് നീ നാട്ടിൽ പോയിരുന്നെങ്കിൽ എന്തായിരുന്നതിന്റെ അവസ്ഥ. അതല്ല, ദൈവത്തിന്റെ പദ്ധതി ഇതാണ്, അതുകൊണ്ടാണ് ഇവിടെ വന്നത്. അത് ഇയാളുടെ വ്യക്തിയിലൂടെയാണെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ വ്യക്തിയെ നീ ഒരിക്കലും വെറുക്കരുതെന്നൊക്കെ പറഞ്ഞ് കുറെ ക്ലാസ് എനിക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ വൈകിട്ട് പള്ളിയിൽ പോയി. പള്ളിയിൽ കുർബാനയ്ക്ക് ഞാൻ ഒരു കോൺഫ്ലിക്റ്റോടുകൂടി ഞാൻ കുർബാനയ്ക്ക് നിൽക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ ഞാൻ കുർബാനയ്ക്ക് നിന്ന് എനിക്ക് ഒത്തിരി വെറുപ്പുണ്ട്, വൈരാഗ്യമുണ്ട്. എന്നാലും ഞാൻ പറയുക, എനിക്ക് ബ്രദർ പറഞ്ഞുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. എനിക്ക് ഇയാളോടുള്ള വെറുപ്പ് മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ വിശുദ്ധ കുർബാനയുടെ സ്ഥാപന വചനങ്ങൾ ചൊല്ലുമ്പോൾ കണ്ണടച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്റെ കണ്ണിൽ മുന്നിൽ തെളിഞ്ഞു വരികയാണ് ഈശോയുടെ ആ അച്ഛൻ ആ കാസയെടുത്ത് ഉയർത്തുമ്പോഴേക്കും കണ്ണിന് മുന്നിൽ ഈശോയുടെ ആ കുരിശിൽ കിടക്കുന്ന ഈശോയുടെ മുഖം മാത്രം ഇങ്ങനെ ചരിഞ്ഞ്, ഇങ്ങനെ മുഖം മാത്രം, അതിനകത്ത് ഇങ്ങനെ കണ്ണുനീർ ചോരത്തുള്ളികള് ഇങ്ങനെ ഉറ്റു വീഴുന്ന ഒരു ഈശോ. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ എന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീർ വന്നുകൊണ്ടേയിരിക്കുകയാണ്. വേറെ ഒന്നും ഞാൻ കാണുന്നില്ല, ഈശോയുടെ മുഖം, ആ ചോരത്തുള്ളി ഇറ്റു വീഴുന്ന ഈശോ. ഈ വൈദികൻ ഉയർത്തിയ കാസയിലേക്ക് ഈ ചോരത്തുള്ളി വന്ന് വീഴുന്നത് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴും അത് ഓർക്കുമ്പോ അത് ഇപ്പോഴും എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അവിടെ വെച്ച് ഞാൻ കരഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്റെ ഈശോയെ, ഞാൻ ഈ വ്യക്തിയോട് പൂർണ്ണമായിട്ട് ക്ഷമിക്കും. അയാളുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഞാൻ ഈ വ്യക്തിയോട് ക്ഷമിക്കും. ആ വിശുദ്ധ കുർബാന വലിയൊരു അനുഭവത്തിന്റെ കുർബാന. അന്ന്
വിശുദ്ധ കുർബാന എന്താണെന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കർത്താവ് കാണിച്ചു തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ കുർബാന എന്താണെന്ന്, ഈശോയുടെ ശരീരവും രക്തവും എന്താണെന്ന് എന്റെ കണ്ണുകൊണ്ട് ഈശോ എനിക്ക് കാണിച്ചു തന്ന ദിവസമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് വേണ്ടി ഒരുക്കിയ പദ്ധതി അന്ന് അവിടെ വെച്ച് ആ ധ്യാന കേന്ദ്രത്തിൽ ഒരുക്കിയിട്ട് എനിക്ക് ഇന്ന് വീണ്ടും എന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ കൊണ്ടുവന്നപ്പോ ആ ദൈവദൂതനെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് എത്തിച്ച കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞാൽ തീരത്തിൽ ഒരുപാട് അനുഭവങ്ങൾ. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. തകർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ വരാം, തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. അവിടെയെല്ലാം അഗ്നിയാൽ നമ്മൾ ശുദ്ധി ചെയ്യപ്പെടണമെങ്കിൽ, പാറമേൽ നിന്റെ വചനത്തെ നീ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ, അടിത്തറ നീ പണിതിട്ടുണ്ടെങ്കിൽ, ഇതാ ദൈവമായ കർത്താവ് പറയുക, നിനക്ക് ഏത് പ്രതിസന്ധി വന്നാലും ഏത് തടസ്സങ്ങൾ വന്നാലും നിന്നെ പൂർണ്ണമായിട്ട് നിന്റെ പാദം കല്ലിൽ തട്ടാതെ നിന്റെ കരം പിടിക്കുവാനായിട്ട് ദൈവദൂതനെ ഞാൻ അയക്കുമെന്ന് പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ നമ്മൾ വചനം നമ്മൾ ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പോയിട്ട് നമ്മൾ വൈക്കോല് തിന്നാൻ നിൽക്കരുത്, പിന്നെ പോയിട്ട് നമ്മൾ പുല്ല് തിന്നാൻ നിൽക്കരുത്. അവിടെ തിന്നുമ്പോ, ലോകത്തിന്റെ വൈക്കോലും പുല്ലും തിന്നുമ്പോ നമ്മളിലേക്ക് വീണ്ടും പിശാചിന്റെ സാന്നിധ്യം കടന്നു വരും. ഇതാണ് വചനം നമ്മളെ ഓർമ്മിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ നമുക്ക് തിരുവചനം പറയുന്നു, ഒരു സെപ്പറേറ്റഡ് ലൈഫാണ്, ഒരു സെപ്പറേറ്റഡ് ലൈഫാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, ദൈവം അരുൾ ചെയ്തു ഉണ്ടാകട്ടെ. അവിടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് ദൈവം പ്രകാശത്തെയും ഇരുട്ടിനെയും വേർതിരിക്കുക ചെയ്യും. ഈ ഒരു സെപ്പറേഷന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വചനം ഭക്ഷിച്ചു കഴിയുമ്പോൾ ഉണ്ടാകും. അന്ധകാരത്തിന്റെയും വിശുദ്ധിയുടെയും അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു സെപ്പറേഷന്റെ അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരണം. അതുകൊണ്ടാണ് ജെറമ്യാ പ്രവാചകൻ 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത്, അവിടെ വചനം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തൃപ്തിയായി. വീണ്ടും എന്റെ ഉള്ളിൽ ആ പരിശുദ്ധാത്മാവ്, ആ അഭിഷേകം നിറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരുവാൻ സാധിക്കും. ആ യേശുവാകുന്ന വചനത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മളെ കടന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളൊക്കെ ഒന്ന് അടയ്ക്കാം. നമ്മുടെ ജീവിതത്തിൽ ഏതവസ്ഥയിലാണ് നമ്മൾ ആയിരിക്കുന്നതെന്ന് വിട്ട് നമുക്കൊന്ന്, ഈ ലോകത്തോട് നോ പറയുന്ന ഒരു അവസ്ഥയിലാണോ ഞാൻ ആയിരിക്കുന്നത്, അതോ ലോകത്തെയും കൂട്ടിക്കൊണ്ട് എന്റെ ജീവിതത്തിൽ എല്ലാം കൂടെ മിക്സ് ആയിട്ട് കിടക്കുന്ന, അതായത് എന്റെ ജീവിതത്തിൽ വൈക്കോലുമുണ്ട്, പുല്ലുമുണ്ട്, സ്വർണവുമുണ്ട്, എല്ലാം ഉണ്ട്, ഇതെല്ലാം കൂടെ മിക്സ് ആയി കിടക്കുന്ന അവസ്ഥയിലാണോ? ആണെങ്കിൽ ഇന്ന് കർത്താവ് എന്നോട് പറയുകയാ, അഗ്നിയാവിനെ ശുദ്ധി ചെയ്യുമ്പോൾ നിന്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കും. അഗ്നിയാൽ നിന്നെ ഉറകൂട്ടുമ്പോൾ നിന്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ, വേദനകൾ, രോഗങ്ങൾ സംഭവിക്കും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളൊക്കെ ഒന്ന് അടച്ച് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഏതവസ്ഥയിലാണെന്ന് ചിന്തിക്കാം. എന്റെ ഈശോയെ, തെറ്റിപ്പോയ നിമിഷങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, വചനം ഞാൻ ഭക്ഷിച്ചിട്ട് വീണ്ടും ലോകത്തിന്റെ പുല്ല് തിന്നാൻ പോയ അവസ്ഥയെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കും. ഈശോ, എന്റെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റി. ഈശോ, ഞാനും മാറിപ്പോയി. ലോകത്തോട് ഞാൻ സന്ധി ചെയ്തു. ഈ നിമിഷം മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കും. ഒരിക്കൽ കൂടി നമുക്ക് ആ ഗാനത്തിന്റെ ഈരടികൾ പാടിക്കൊണ്ട് നമുക്ക്, ഈശോയേ നിന്നെ എനിക്കെന്തൊരിഷ്ടം, ഈശോയേ നിന്നെ എനിക്കെന്തൊരിഷ്ടം, എൻ ജീവിതം നിന്റെ ദാനം, എൻ സർവവും നിന്റെ ദാനം, എല്ലാം നൽകുന്നതാ നിന്നെ എനിക്കെന്തൊരിഷ്ടം, നിന്നെ എനിക്കെന്തൊരിഷ്ടം. നമ്മൾ നിൽക്കുന്ന അവസ്ഥയിൽ ഒരിക്കൽ കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏതവസ്ഥയിലാണ് എന്റെ ഭവനത്തെ പണിതത്, എന്റെ ഭവനത്തെ ഞാൻ ഏതവസ്ഥയിലാണ് പണിതത് എന്ന് നമുക്കൊന്ന് ആത്മശോധന ചെയ്യേണ്ട നിമിഷങ്ങളാണ്. വിശുദ്ധ യാക്കോബിന്റെ സുവിശേഷം യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 1-ാം ലേഖനം 1-ാം അധ്യായം
2 മുതൽ 4 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് പെട്ടെന്നൊന്ന് വായിക്കാം, അവസാനിപ്പിക്കും. വിശുദ്ധ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 2 മുതൽ 4 മുതലുള്ള വാക്യങ്ങൾ. എന്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോഴാണ് നമുക്ക് സ്ഥിരത ലഭിക്കുന്നത്. കാരണം നമ്മൾ ഇങ്ങനെ വർഷങ്ങളായിട്ട് പ്രാർത്ഥനയിൽ വരുന്നു, പ്രേയറിൽ വരുന്നു. എന്നാൽ പുറത്തോട്ടിറങ്ങുമ്പോ പല ക്വസ്റ്റ്യൻസും നമുക്കുണ്ടാവും. ചിലർ പറയും ഈ പ്രയർ ഗ്രൂപ്പിൽ വന്നാൽ സഹനങ്ങൾ കൂടുതലുണ്ടാവും. കേട്ടിട്ടുള്ളതെന്ന് പറയും, സഹനങ്ങൾ കൂടുതലുണ്ടാവും എന്ന് പറയും. ചിലർ പറയും ചില ഗ്രൂപ്പിൽ പോയാൽ അവിടെ നമുക്ക് ആവശ്യമുള്ള രോഗശാന്തി കിട്ടത്തില്ലെന്ന് പറയും. ചിലവർ പറയും നമുക്ക് ആവശ്യമുള്ള ഇത് കിട്ടില്ല എന്ന് പറയും, നേട്ടങ്ങൾ കിട്ടില്ല എന്ന് പറയും. നമ്മുടെ വിശ്വാസം പ്രാർത്ഥനയിൽ വന്നിട്ട് നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ അതിനെ ഉരച്ചു നോക്കുന്ന, പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ സ്ഥിരതയോടെ ഉറച്ചു നിൽക്കണമെന്നാണ് വചനം പറയുന്നത്. നമുക്ക് പത്രോസിനെ നമ്മൾ കാണുന്നുണ്ട്. പത്രോസ് അവിടെ ഒരു ഭവനം കെട്ടിപ്പൊക്കി, സെൽഫ് കോൺഫിഡൻസിൽ. കാരണം പത്രോസിനോട് കർത്താവ് പറഞ്ഞു, നീ നേതാവാണ്, നിന്റെ പാറമേൽ ഞാൻ പണി എന്നൊക്കെ പറഞ്ഞപ്പോ മാനുഷികമായിട്ട് പത്രോസ് അങ്ങ് പൊങ്ങി, നേതാവായി. ആ നേതാവായ പത്രോസ് അവന്റെ ആ സെൽഫ് കോൺഫിഡൻസിൽ അവൻ ഇങ്ങനെ പോയിട്ട് കർത്താവിന്റെ കുരിശുമരണ സമയത്ത് അവന്റെ അറിയാവുന്ന പരിചയക്കാരൻ അവന്റെ റെക്കമെൻഡേഷൻ ഒക്കെ വെച്ചിട്ട്, അവന്റെ സ്വാധീനം വെച്ചിട്ട് ആ കുരിശിന്റെ ചുവട് വരെ അവൻ പോവുകയാണ്. കാരണം അവന്റെ ഉള്ളിൽ അവൻ കെട്ടിപ്പൊക്കിയ ഭവനമായി, അവനായിട്ട് കെട്ടിപ്പൊക്കിയ ഭവനം. കാരണം നേതാവാണെന്നൊക്കെ ഒരു ചിന്ത വന്നു കഴിഞ്ഞപ്പോ പത്രോസായിട്ട് കെട്ടിപ്പൊക്കിയ ഒരു ഭവനം. ആ കോൺഫിഡൻസ് വെച്ചിട്ട് പത്രോസ് യേശുവിന്റെ കുരിശിന്റെ ചോട്ടിൽ വരെ നടന്നു പോവുക. എന്നാൽ ആ കോൺഫിഡൻസോടുകൂടി അവിടെ നിൽക്കുന്ന പത്രോസിന് അവിടെ പരീക്ഷണങ്ങൾ വന്ന് അവന്റെ വിശ്വാസത്തെ ഒന്ന് ഉരച്ചു നോക്കുന്ന ഒരവസ്ഥ വന്നപ്പോ 3 പ്രാവശ്യം ഈ വിശ്വാസം അവിടെ ടെസ്റ്റ് ചെയ്യപ്പെട്ടപ്പോ 3 പ്രാവശ്യം പരാജയപ്പെടുന്ന പത്രോസിനെ നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ 3 പ്രാവശ്യം പത്രോസിന്റെ വിശ്വാസം ഒന്ന് ടെസ്റ്റ് ചെയ്തപ്പോ ആ 3 പ്രാവശ്യം പരാജയപ്പെട്ടു വന്ന് പത്രോസിനെ കാണുന്നു. എന്നാല് വീണ്ടും ഈ പത്രോസ് തിരിഞ്ഞ് യേശുവിനെ ഒന്ന് നോക്കിയപ്പോൾ ഈശോയുടെ കണ്ണുകളും പത്രോസിന്റെ കണ്ണുകളും കൂട്ടിമുട്ടിയപ്പോൾ അവിടെ പത്രോസ് കരഞ്ഞു നിലവിളിച്ചിട്ട് അവിടെ ഒരു ഭവനം പണിയുക. പത്രോസ് കരഞ്ഞു നിലവിളിച്ച് യേശുവിന്റെ കണ്ണിലേക്ക് നോക്കുന്ന പത്രോസിന്. അതിനുശേഷം പത്രോസ് ഒരു ഭവനം പണിയുന്നത് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ പണിത ഭവനം, പത്രോസ് പണിത ഭവനം അതിനുശേഷം പണിതിട്ട് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ പറയുന്നു, കാറ്റടിച്ചു, കൊടും കാറ്റടിച്ചു, അടിക്കുന്നത് പോലെയുള്ള ശബ്ദം അവിടെ ഉണ്ടായി. അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ ഇറങ്ങി വന്നു. അഗ്നിജാലകൾ പോലെയുള്ള നാവുകൾ ഇറങ്ങി വന്നു. കൊടുങ്കാറ്റടിക്കുന്ന ശബ്ദമുണ്ടായി. അവിടെ പരീക്ഷിക്കപ്പെട്ടിട്ടും തകരാത്ത വിശ്വാസം പത്രോസിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിനാല് ആ വിശ്വാസം പത്രോസ് ഉറച്ചു നിന്ന് സ്വീകരിച്ചപ്പോൾ അവിടെ തകരാത്ത പത്രോസിന് വീണ്ടും വത്തിക്കാന്റെ കുന്നിൻ മുകളില് തല കീഴായിട്ട് 2 കൈകളും 2 കാലുകളും നീട്ടിവെച്ചു കൊടുത്തുകൊണ്ട് കുരിശ് തല കീഴായി കുരിശ് തറയ്ക്കപ്പെടുവാനായിട്ട് നിന്നു കൊടുക്കത്തക്ക വിശ്വാസത്തിലേക്ക് പത്രോസ് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ സഹ്യോൻ മാളികയില് കൊടുങ്കാറ്റടിക്കുന്ന പോലെ ശബ്ദമുണ്ടായി. അഗ്നിജ്വാലകള് ഇറങ്ങി വന്ന് പണിത ഭവനമായതുകൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഭവനം ആയിരിക്കണം നമ്മുടെയും അടിസ്ഥാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഈ വചനം നമ്മളെ പൂർണ്ണമായിട്ടും ഈ പരിശുദ്ധാത്മാവില് ഭവനം പണിയുവാനുള്ള ശക്തിക്കായിട്ട്, അഭിഷേകത്തിനായിട്ട് നമ്മളെല്ലാവരും ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ആരാധനയിലൂടെ നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. പരിശുദ്ധാത്മാവിൽ ഭവനം പണിയുവാനായിട്ട്, അഗ്നിയിൽ ഭവനം പണിയുവാനായിട്ട്, ആ ആത്മാവാകുന്ന ശിലയിൽ ഭവനം പണിയുവാനായിട്ട്. എത്ര പരീക്ഷണങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നാലും, എത്ര ടെസ്റ്റുകൾ എന്റെ ജീവിതത്തിൽ വന്നാലും, ഇത് ഇന്ന് സജീവ ശിലമേൽ പണിത ഈ ഭവനം ഞാൻ ഉറച്ചു നിൽക്കും എന്ന പൂർണ്ണ ബോധ്യത്തില് വിശ്വാസത്തിലായിരിക്കാൻ തക്കോണം ഈ ഒരു ഉറപ്പ് എന്റെ ജീവിതത്തിൽ, എന്റെ വിശ്വാസ ജീവിതത്തിൽ തരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഇനിയും അനേകം ശുശ്രൂഷകൾ ചെയ്യുവാനായി
ശുശ്രൂഷയിൽ അനാഥിക മക്കളെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാത്ത വിധത്തിൽ കൃപ നൽകി അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയും അതുവഴി സ്വന്തം ആത്മാവിനെയും മറ്റുള്ളവരുടെ ആത്മാക്കളെയും രക്ഷിക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ആരാധനയ്ക്ക് വേണ്ടി ഒരുക്കാം. നല്ലവനും ഭാഗ്യവാനുമായ ദൈവമേ, ഇപ്പോൾ കേട്ട വചനത്തിന്റെ അത്ഭുത ശക്തി